നീ ഇങ്ങനെയാണോ ചെയ്യുന്നത്, കൊടുക്കുന്നത് ഇങ്ങനെയാണോ? ഞാനത് അധികം വിവരിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഹീനതയുള്ള ഇരുട്ട് പരന്ന അന്ധകാരനിബിഡമായ തിമിരമുള്ള ഈ ദേശത്ത് പാർത്ത അനേകരെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരാക്കിയത്. അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഹീരാം സോർ രാജാവാ. സോർ രാജാക്കന്മാര് ധനവാന്മാരാ. അങ്ങനെയാണല്ലോ 45-ാം സങ്കീർത്തനത്തിൽ സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാര് കാഴ്ചവെച്ച് കല്യാണത്തിന് നമ്മൾ വായിക്കുന്ന സങ്കീർത്തന. പക്ഷെ കാറ്ററിംഗ് എൻ്റെ കാഴ്ച ഇതുവരെ കൊടുത്തില്ല. വീഡിയോക്കാരൻ പിന്നെയും വന്ന് മുട്ടുക. വായിച്ച സങ്കീർത്തനം. അപ്പം ഇത് ധനാഢ്യന്മാരാ സോർ നിവാസികൾ. അപ്പോൾ ഭയങ്കര കാശുള്ളവരെ, എൻ്റെ ഭാഷയാ, കാശും പുത്തനും ഒക്കെ ഉള്ളവരാ. ശലോമോനാരാ? ഭയങ്കര ജ്ഞാനമുള്ളവനാ. അപ്പൊ അതിൻ്റെ ആത്മീക പാഠം ഇത്രയേ ഉള്ളൂ. സോർ രാജാവിൻ്റെ ധനത്തിനും ശലോമോൻ രാജാവിൻ്റെ ജ്ഞാനത്തിനും നടക്കാത്ത കാര്യമാ യേശു ചെയ്തത്. ഇന്ന് രാത്രി നിന്റെ കാശ് കൊണ്ട് നടക്കാത്ത കാര്യം യേശു ചെയ്തു തരും. നിന്റെ ബുദ്ധിയും ജ്ഞാനം കൊണ്ട് നടക്കാത്ത കാര്യം യേശു ചെയ്തു തരും. ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് രാത്രി സമർപ്പിക്ക്. യേശു നിന്നെ രക്ഷിക്കും. അത് പറയാൻ ഞാൻ ഇത്ര ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ സുവിശേഷകരെ, ആ സുവിശേഷകരാൽ ആകൃഷ്ടരായി വന്ന അനേകരുണ്ട്, സഭകളുണ്ട്. സുവിശേഷ പ്രവർത്തനത്താൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ, അതാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം. ഈ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്താലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ, യേശുവിൻ്റെ പ്രവൃത്തിയാൽ അനേക സഭകൾ ഉടലെടുത്തു. ആ സഭകളെ കറതീർന്ന ഉപദേശത്തിൽ നിലനിർത്തി കർത്താവിൻ്റെ വരവിനായി സജ്ജരാക്കുവാൻ എഴുതിയ ലേഖനങ്ങളാണ് 21 ലേഖനം. നമുക്കറിയാം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ഈടുറ്റ ലേഖനങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നമ്മൾ ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകം 3:20 വായിച്ചത്. ഞാൻ എന്തിനാ ഇങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചാൽ, ഇതിനെപ്പറ്റി അറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഈ ഉൽപ്പത്തി പുസ്തകം പലതിൻ്റെ ആരംഭമാണ്, വെളിപ്പാട് പുസ്തകം പലതിൻ്റെ അവസാനമാണ്. ഉൽപ്പത്തിയിൽ ആരംഭിച്ച പലതും അവസാനിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ 1-ാം അധ്യായം പഠിക്കുമ്പോൾ ആകാശവും ഭൂമിയൊക്കെ ദൈവം സൃഷ്ടിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അത് മാറിയെന്ന 21:1 വായിച്ചു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയല്ല, ഒഴിഞ്ഞുപോയി. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭം കുറിച്ചത് പലതും വെളിപ്പാടിൽ അവസാനിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ സമുദ്രം, വെള്ളങ്ങൾ ഒന്നിച്ചുള്ള കൂട്ടം, അത് സമുദ്രം. വെളിപ്പാട് വായിക്കുക, ഇനി സമുദ്രം ഇല്ല. അപ്പൊ ഇവിടെ ആരംഭിച്ച പലതും അവിടെ ഇല്ല. 3-ാം അധ്യായത്തിൽ കഷ്ടത, ശാപം, മരണം, ദുഃഖം ഇതെല്ലാം വന്ന് ഭവിക്കുക 3-ല്. അത് മുഴുവൻ വെളിപ്പാടിൽ മാറുക. വെളിപ്പാട് 21:3 വായിച്ചു. 4 മുതൽ വായിച്ചു. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകില്ല. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല. പിന്നെ ദുഃഖവും മുറവിളിയും. അപ്പോൾ മരണം, ദുഃഖം, മുറവിളി, കണ്ണുനീര് ഇതെല്ലാം മാറ്റുക. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പലതിനും ആരംഭം കുറിച്ചു, അത് പലതും വെളിപ്പാടിൽ അവസാനിപ്പിക്കുക. അത്രയ്ക്ക് ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. മാത്രമല്ല, ഈ വെളിപ്പാട് പുസ്തകം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. ഈ വെളിപ്പാട് പുസ്തകം ആരുടെ വെളിപ്പാടാ? യോഹന്നാന്റെയോ? 1-ാം വാക്യം വായിര്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ആരുടെയാ? യേശുക്രിസ്തുവിന്റെ. അപ്പൊ ഇത് ആരുടെ വെളിപ്പാടാ? യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. ചിലര് ഇതിനെ വെളിപാട് പുസ്തകം എന്ന് വായിക്കുന്ന കേട്ടുണ്ട്. വെളിപാട്, ഇത് വെളിപാടും വെളിവുകേടും ഒന്നുമല്ല, വെളിപ്പാട്. പണ്ട് വയലത്തല അവറാച്ചൻ മാർത്തോമാ സഭയിൽ 50 വർഷം പ്രസംഗിച്ച ആളാ. ഒടുവിൽ അദ്ദേഹം പെന്തിക്കോസി വന്നെന്നുള്ളതാ. അപ്പം അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകം പ്രസംഗിച്ചു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു വായിക്കാം വെളിപ്പാട് പുസ്തകം. നിങ്ങൾ വെളിപ്പാടെന്ന് പറയണം, വെളിപാടെന്ന് പറയരുത്. ഇത് പറഞ്ഞേച്ച് പുള്ളി വായിക്കാൻ പറഞ്ഞപ്പോൾ ഒരു സഹോദരി വായിച്ചു യേശു ക്രിസ്തുവിൻ്റെ വെളിപാട്. പുള്ളി പറഞ്ഞ് വെളിവുണ്ടാകുകയില്ലെന്ന് പറഞ്ഞിനി, ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പം ഇത് വെളിപാടല്ല, വെളിപ്പാട്. വെളിപ്പാട് രണ്ട് പായില്ലേ? ഓ ഒരു പാ മതിയായിരിക്കും. രണ്ട് പായ. പണ്ട് സാക്ഷരതയുടെ ക്ലാസ് എടുത്തപ്പം പഠിപ്പിച്ച് പ്രായമുള്ളവരൊക്കെ ഇരിക്കുമല്ലോ. ഒരു പായുടെ അടിയിൽ ഒരു പായം കൂടി ഇട്ടപ്പോൾ ഒരു തള്ള പറഞ്ഞ് അടിപ്പായ എന്ന് പറഞ്ഞു. കാരണം ഒരു പായുടെ അടിയിൽ വേറൊരു പായം കൂടി ഇടുമ്പം അടിപ്പായ. അമ്മ പഴയ ഭാഷ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത് രണ്ട് പായ. അപ്പം ഇത് വെളിപ്പാട്. വെളിപ്പാട്. അപ്പം ഇത് വെളിപാടല്ല, വെളിവുകേടുമല്ല, ഇത് വെളിപ്പാട്. ആരുടെ വെളിപ്പാട്? യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. ഞാനൊരു കാര്യം എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയാം. ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താ? നിങ്ങളെല്ലാം വെളിപ്പാട് പുസ്തകം പഠിക്കുന്നവരും പഠിച്ചവരും പഠിപ്പിക്കുന്നവരും പഠിച്ചു വച്ചിരിക്കുന്നവരുമാണ്. ഇപ്പൊ നിങ്ങൾ പറയാം പക്ഷേ അതൊക്കെ ഒത്തിരി വിഷയങ്ങളുണ്ട്, അതെല്ലാം ഒന്നും പറയാനൊക്കത്തില്ല. കുറഞ്ഞതൊരു 50 ക്ലാസ് എങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനല്ലയോ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ. ചില പറയത്തില്ല ഇത് തീരത്തില്ല, പഠിച്ചാലും തീരുകയല്ല. അപ്പം വെളിപ്പാട് പുസ്തകത്തിലെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും തീരുക. അപ്പം ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്നാ? എൻ്റെ ദൈവമേ, പ്രധാനപ്പെട്ട വിഷയം ഇതാ, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാ. വേറെ എന്തുവാ? ഇതിലെ പ്രധാന വിഷയം യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അതാ അവിടെ 1-ാം വാക്യം വായിച്ചോ, ഒന്നുകൂടെ ഉറക്കെ വായിച്ചോ. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. എന്നാൽ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം, നമ്മള് ഈ പ്രധാന വിഷയം അങ്ങ് വിട്ടേച്ച് അപ്രധാനമായ വിഷയങ്ങൾക്കെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുത്ത് അതിന് പരിവേഷം കൊടുത്താൽ ഞാൻ സഹിതം എല്ലാവരും പ്രസംഗിക്കുന്നേ. 7 മുദ്ര, കാഹളം, ചുമന്ന കുതിര, മഞ്ഞ കുതിര, സ്തോത്രം, സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാന വിഷയം. 2 സാക്ഷി, സിയോൻ മലയിൽ 144,000. അതാരാണ്? ഇതൊക്കെ തർക്കമാണ്. ഒരു കാര്യം പറയാം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ആ വെളിപ്പാടിനോട് ബന്ധപ്പെട്ടതിലെ പ്രധാന വിഷയം എന്താ? പ്രധാന വിഷയം ഒറ്റവാക്കി പറയാം. നിങ്ങൾക്കറിയാം, കർത്താവാകുന്ന യേശു ക്രിസ്തു സകലത്തെയും ജയിച്ച് ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നു. അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാ ഈ പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത്. വായിച്ച് ഒരു തെളിവിനൊരു വാക്യം വായിച്ച് 19:1. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാസന്തോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്, നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൽ. ഇതിലെ പ്രധാന വിഷയം ഇതാ. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളതാ. 6-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചോ, ഇതിനോട് ചേർത്ത് 6. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും, തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. ഇതാ ഇതിലെ പ്രധാന വിഷയം. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. രക്ഷയും മഹത്വവും ശക്തിയും കർത്താവിനുള്ളത്. യേശു ക്രിസ്തു രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഈ രാജ്യത്വം ഏറ്റെടുക്കാൻ നടന്ന വിഷയത്തോട് ബന്ധപ്പെട്ട വാക്ക് മുഴുവൻ പ്രശ്നവും.
അത് കൊടുക്കാതിരിക്കാനും, തടസ്സം ഉണ്ടാക്കാനും, പ്രശ്നം ഉണ്ടാക്കാനും, ഭരിക്കാതിരിക്കാനും, വരാതിരിക്കാനും, ഈ ഭരണം സുസ്ഥിരമായി നടക്കാതിരിക്കാനുള്ള പ്രശ്നങ്ങളാ ബാക്കി മുഴുവൻ. പ്രധാന വിഷയം ഇതാ, യേശുക്രിസ്തു രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും ജയിച്ച് നമ്മുടെ കർത്താവ് ജയാളിയായിട്ട് വന്നിരിക്കുന്നു. ജയാളിയായിട്ട്. അതുകൊണ്ടാണല്ലോ 3-ാം അധ്യായത്തിൽ ഒടുവിലുണ്ടല്ലോ, ഞാനും ജയിച്ചു, അങ്ങനെ എഴുതിയേക്കുന്നത്. ഞാനും, കർത്താവ് തന്നെ പറഞ്ഞു ഞാനും ജയിച്ചെന്ന്. 20-21 വായിച്ചേ. 21 ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു. ഞാനും ജയിച്ചു. അപ്പോൾ ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. ആ ജയാളിയാകുന്ന കർത്താവ് ഇതിന്റെ ഭരണം ഏറ്റെടുക്കുക. ജയിച്ചവൻ ഒരുവനേ ഉള്ളൂ, നസറേയനാകുന്ന യേശു. ആ ജയിച്ച കർത്താവ് ഇതിന്റെ ഭരണം ഏറ്റെടുക്കുന്നു. അപ്പോൾ ആ കർത്താവിനോടുകൂടെ ജീവിക്കേണ്ടവരും ഭരിക്കേണ്ടവരും എങ്ങനെയുള്ളവരായിരിക്കണം? അവരും ജയിച്ചവരായിരിക്കണം. അവിടെ ഒരു വാക്യമുണ്ടല്ലോ, ജയിച്ചവര് വീണ പിടിച്ചെന്ന. ജയിച്ചവര് വീണ പിടിച്ചു. വായിച്ചേ, ജയിച്ചവര് വീണ. നിങ്ങൾ കണ്ടെങ്കിലൊന്ന് വായിര്, കണ്ടില്ലേ ഞാൻ റെഫറൻസ് പറയാം. നിങ്ങളും തപ്പുന്നുണ്ടോ, നോക്കുന്നുണ്ടോ, ഇതിനെപ്പറ്റി എന്തേലും അറിവുണ്ടോ എന്ന് എനിക്കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയാ. റെഫറൻസ് എനിക്കറിയാം, എങ്കിലും എല്ലാവരും വന്ന് വെറുതെ ഇരിക്കുകയല്ലയോ. അപ്പം അങ്ങനെയും ഒന്ന് താപ്പ. ദൈവത്തിന് മകൾ ജയിച്ചവര് അങ്ങനെ കർത്താവ് പറഞ്ഞു ഞാനും ജയിച്ചു, യേശു ജയിച്ചു. അപ്പോൾ ആ ജയിച്ച കർത്താവിൻ്റെ കൂടെ പാർക്കേണ്ടവർ, ജീവിക്കേണ്ടവർ, വസിക്കേണ്ടവർ, ഭരിക്കേണ്ടവർ അവരും ജയിച്ചവരായിരിക്കണം. കണ്ടോ? മിക്കവാറും നമ്മൾ 12:30 വരെ ഇരിപ്പിരുന്ന് പോവുകയുള്ളൂ. എന്നാൽ ഇനിയും 15:2 വായിര്. അല്ല, ചിലരുടെ ഇരിപ്പും ഭാവവും എല്ലാം കണ്ട സർവജ്ഞ വീടം കയറി വെച്ചിരിക്കുന്നത് പോലെ. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പേടിച്ചാന്നല്ലോ വായിക്കുന്നേ. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് മതി. അപ്പോൾ നമ്മുടെ കർത്താവ് സകലത്തെയും ജയിച്ചു. ആ ജയിച്ച കർത്താവ് ഇതിന്റെ ആധിപത്യം ഏറ്റെടുത്തിരിക്കുന്നു. ആ കർത്താവിന്റെ കൂടെ വസിക്കേണ്ട സകല ആൾക്കാരും ജയിച്ചവരായിരിക്കണം. ജയിച്ചവരെ പറ്റി ആണല്ലോ 2-3 അധ്യായത്തിൽ മുഴുവൻ ജയിച്ച വിഷയമല്ലേ. 2:7 വായിച്ചേ. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് അവിടെയും ജയവാ. 11 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് അവിടെയും ജയിക്കുന്ന 17 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 3:6 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേക്കട്ടെ, വായിച്ചോ. ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ. അപ്പോൾ ജയിക്കുന്ന 2:6 അങ്ങനല്ലയോ? 2:6 3:6 അതല്ലേ ഇപ്പം വായിച്ചേ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവിടെ ജയിക്കുന്നൊരു പദം ഉണ്ടല്ലോ. 5-ന്റെ 5 5ഉം 6ഉം ചില പുസ്തകത്തിലെ താഴെ മേളിലുമായിട്ട് ചെറിയ പരിഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അപ്പൊ ഈ ഭാഗത്തെല്ലാം ജയിക്കുന്ന വിഷയമാണ്. നമ്മുടെ കർത്താവ് സകലത്തെയും ജയിച്ച് കർത്തൃത്വം ഏറ്റെടുത്ത് ഭരണം ഏറ്റെടുത്തിരിക്കുന്നു. ആ കർത്താവിനോട് കൂടെ വസിക്കുന്നവർ, പാർക്കുന്നവർ ജയിച്ചവരായിരിക്കണം. ഇതാണ് ഇതിലെ പ്രധാന വിഷയം. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മൾ ഈ പ്രധാനപ്പെട്ട വിഷയം അങ്ങ് കളഞ്ഞു. എന്റെ ഭാഷയിൽ പറയാം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ.
എന്തുവാ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്? 1-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിച്ച്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ നാട് കടത്തപ്പെട്ടു. കർത്തൃദിവസത്തിൽ ആത്മവിവശനായി നീ കാണുന്നതിന്റെ പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് എഴുതുക എന്ന് കാഹളത്വനത്തിന് ശബ്ദം എന്റെ ബിംബിക്കെട്ട് എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണും. ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചുകൊണ്ട് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും ഞാൻ കണ്ടു. പിന്നെ അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് എല്ലാ ഭാഗവും വായിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ആ വെളിപ്പാട് 1-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് പിടിക്കുമ്പോൾ അവൻ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഈ വെളിപ്പാട് വേറെ ആരും കണ്ടിട്ടില്ല. യോഹന്നാനാ വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പ്രധാനപ്പെട്ട വിഷയം തട്ടിയേച്ച് വേറെ വെളിപ്പാടാണ് നമ്മൾ കാണുന്നത്. അതായി കുഴപ്പം. 1-ാം അധ്യായത്തിലെ വെളിപ്പാടാണ് കാണേണ്ടത്. അത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. നമ്മളത് കാണുന്നില്ല. നമ്മൾ കാണുന്നതെല്ലാം വേറെ വെളിപ്പാടാ. അതാ ഈ വെപ്രാളം. 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കണ്ടേച്ച് വേറെ എന്ത് വെളിപ്പാട് കണ്ടാലും നിനക്കൊരു കുഴപ്പവും വരികയില്ല. 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കാണാതെ നീ ബാക്കി അധ്യായത്തിലെ വെളിപ്പാട് കണ്ടാൽ പരിവക്കേടാകും. എന്താ ബാക്കി അധ്യായത്തിലെ ഏതാ? 13-ന്റെ വായിച്ചേ. 13-ന്റെ 1 വായിരേ. അപ്പോൾ 10 കൊമ്പും 7 തലയും. പേടിയാന്ന് തോന്നുന്നു അതൊക്കെ വായിക്കുന്നത്. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങൾ ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇതാ നമ്മൾ കൂടുതലും കാണുന്നത്. 1-ാം അധ്യായത്തിലെ വെളിപ്പാടാ കാണേണ്ടത്. സഭ കാണേണ്ടതും സഭയിൽ കൂടുന്നവർ കാണേണ്ടതും ഞാനും നിങ്ങളും കാണേണ്ട സകല ആൾക്കാരും കാണേണ്ട വെളിപ്പാട് 1-ന്റെ 13 മുതലുള്ള വെളിപ്പാടാ. അത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഈ വെളിപ്പാട് ഇപ്പൊ കാണുന്നില്ല. കാണുന്നത് മുഴുവൻ 13-ലെ മൃഗമാ. ഒന്നുകൂടെ വായിച്ച, നന്നായിട്ടൊന്ന് വായിക്ക്. നിങ്ങൾക്ക് ശബ്ദവും ഒരാക്കവും ഒന്നുമില്ലാതെ ഉപവാസമാണോ? ഒന്ന് വായിച്ചോ, ഒന്ന് ആക്കത്തിലൊക്കെ ഒന്ന് വായിച്ചേ. അപ്പോൾ 10 കൊമ്പും അമ്മാമ്മയ്ക്ക് ഇച്ചിരൂടെ ആക്കമുണ്ട്. 7 തലയും. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്ന ഞാൻ കണ്ടു. ഞാൻ എതിർക്കുകയല്ല. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ സമുദ്രത്തിൽ നിന്ന് കയറുന്ന ഒരു മൃഗം. സാധാരണക്കാർ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വെപ്രാളം ഉണ്ടാകും. എന്നാൽ 1-ാം അധ്യായത്തിലെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കണ്ടിട്ടുള്ളവൻ ഈ 13-ാം അധ്യായത്തിലെ മൃഗത്തിന്റെ വെളിപ്പാട് കണ്ട ഞെട്ടത്തില്ല. അവൻ യേശുക്രിസ്തുവിനെ കണ്ടുവച്ചിരിക്കുക. സ്തോത്രം. ദൂഷണനാമങ്ങള് അങ്ങനല്ലേ അമ്മാമേ? ദൂഷണനാമങ്ങൾ. നല്ല നാമമൊന്നും അല്ലല്ലോ. എന്താ നാമോ? ദൂഷണനാമം. നമ്മൾ ഈ വെളിപ്പാടാ കാണുന്നത്. ഏതാ? വേറെ പുസ്തകം വായിക്കല്ലേ. ഫേസ്ബുക്കിൽ എന്തെങ്കിലും ദൂഷണനാമം ഉണ്ടോ എന്ന് തപ്പുക. അതാണ് ഈ കുഴഞ്ഞിരിക്കുന്നേ. ഉണ്ടല്ലോ മാധ്യമങ്ങളിലെ, പത്രത്തിലോ മറ്റേ ഇപ്പോൾ ഒത്തിരി അതിനെന്തേലും ആവശ്യമില്ലാത്ത ദൂഷണനാമം ഉണ്ടോന്ന് കാണുക. അതല്ല കാണേണ്ടത്. നീ 1-ന്റെ 13-ലെ വെളിപ്പാട് കാണണം. ഈ മൃഗത്തിന്റെ വരവും ഇതിൽ എഴുതിയിരിക്കുന്ന നാമം ദൂഷണനാമമാണ്, നല്ല നാമമല്ല. എന്നാൽ നല്ല നാമം ഒന്നേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. എല്ലാ നാമത്തിലും മേലായ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. എന്താ കർത്താവിന്റെ നാമത്തിന്റെ വിശേഷത? 1-ന്റെ 2 വായിച്ചോ. ഉത്തമഗീതം 1-ന്റെ 2. മോനെ, മൈക്ക് എനിക്ക് സുഖകരമല്ല, ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കേണ്ടി വരുന്നു. അതെന്താന്ന് വെച്ചാൽ ഒന്ന് സഹായിച്ചു തന്നാട്ടെ. 1-ന്റെ 2 വായിര്. എന്തുവാ ഇത്? ദൈവത്തിന്റെ മഹത്വം. ശലോമോന്റെ ഉത്തമഗീതം 2-ാം വാക്യം വായിച്ചാൽ മതി. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിന് രസകരമാകുന്നു. പിന്നെ നിന്റെ തൈലം സൗരഭ്യമായത്. നിന്റെ നാമം പകർന്ന തൈലം പോലെ. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന്മേൽ എഴുതി വച്ചിരിക്കുന്നത് ദൂഷണനാമമാ. എല്ലാരും ഈ വെളിപ്പാടാ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ?
കാണാൻ താല്പര്യം, അല്ല കേൾക്കാനും താല്പര്യം, അല്ല അറിയാനും താല്പര്യം, അല്ല കൂടി വരുമ്പോ ചർച്ച ചെയ്യാനും താല്പര്യം. മറ്റേ കാര്യം എന്തായെന്ന്? ഏത് കാര്യം? മറ്റേ കാര്യം ഉടനെ പറഞ്ഞു യോഗം കഴിഞ്ഞ് പറയാന്ന്. എല്ലാവർക്കും ഇതറിയാനാ ജിജ്ഞാസ. ദൈവത്തിന് മഹത്വം. ദൂഷണനാമം നല്ല നാമമല്ല. ദുഷിപ്പ് കേൾക്കാൻ അത്ര സുഖമല്ല. കേട്ടാൽ അത്ര ആത്മീക വർധന വരുന്നില്ല. കേട്ടാൽ നിനക്ക് ചൈതന്യം ഒന്നും വരികയില്ല. പക്ഷേ യേശുവിന്റെ നാമത്തിന്റെ വിശേഷത ഇത് പകർന്ന തൈലം പോലെ. ഇന്ന് രാത്രി ആ നാമത്തിന്റെ വെളിപ്പാട് കാണണം. യേശുവിന്റെ എല്ലാ നാമത്തിലും മേലായ നാമം. പ്രൈസ് ദി ലോർഡ്. ഇത് പകർന്ന തൈലം പോലെയാ. ഈ നാമത്തിൽ പാപമോചനമുണ്ട്. ഈ നാമത്തിൽ രോഗശാന്തിയുണ്ട്. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. ഈ നാമത്തിൽ നിനക്ക് സമാധാനമുണ്ടാകും. ഈ നാമത്താൽ നിന്റെ കുടുംബം രക്ഷപ്പെടും. ഈ നാമത്താൽ നീ രക്ഷപ്പെടും. ഇന്ന് രാത്രി അതാണ് യേശുവിന്റെ നാമം. പകർന്ന തൈലം പോലെ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പകർന്ന പാട്ടറിയത്തില്ലേ? നിർത്തി അല്ല ഇപ്പം പുതിയ അല്ല നിർത്തിക്ക്. അത് പാടരുതെന്നാന്നല്ലോ ഇപ്പം. അതാ എനിക്ക് മേച്ചാൻ പാടാത്തെന്ന് തോന്നുന്നു. ഒന്ന് പാടിയതാണോ? ആ ഒന്നുകൂടി ഇരുന്നോട്ടെ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്ന. പഴി തൂച്ചി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴി തൂച്ചി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇത് പകർന്ന തൈലം പോലെ. രണ്ടാം വാക്യം ഒന്നുകൂടെ വായിച്ചോ, ശക്തമായിട്ട് വായിക്ക്. ആ രണ്ടാം വാക്യം വായിച്ചേ. ഉത്തമഗീതം 1:2. അവൻ തന്റെ ആദരങ്ങളാൽ എന്നെ ഒന്ന് ചുംബിക്കട്ടെ. പിന്നെ നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാ. പിന്നെ നിന്റെ നാമം പകർന്ന തൈലം പോലെ. ഇന്ന് രാത്രി സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന്റെ മേലും മൃഗത്തിന്റെ കുഴപ്പടി അത് ദൂഷണനാമമാ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമം പകർന്ന തൈലം പോലെ. എന്തുവായി പകർന്ന തൈലത്തിന്റെ വിശേഷത? നിങ്ങൾക്കറിയാൻ പറയുമൊന്നും വേണ്ട. എങ്കിലും അറിയാത്തവരുടെ അറിവ്. ഞാനീ പറയുന്നതെല്ലാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാ. നിങ്ങളതെല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ, പോയിന്റ് വല്ലതും വിടുന്നുണ്ടോ, സ്വത്ത് തെറ്റുന്നുണ്ടോ, എനിക്ക് നിങ്ങളുടെ എല്ലാ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അത്ര ഒക്കത്തില്ല. എന്നാലും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന് മകത്ത. എന്തുവാ ഈ പകർന്ന തൈലം പോലെ? തൈലം പകർന്നാൽ എന്താ വിശേഷത? വായിച്ചോ. 12:3. ഏത് 12 എന്നായിരിക്കും? യോഹന്നാൻ 12:3. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജട മാംസി തൈലം. ഒന്നുകൂടെ വായിച്ചേ. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജട മാംസി തൈലം ഒരു റാത്തലെടുത്ത്. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി. യേശു ക്രിസ്തുവിന്റെ കാലിൽ പൂശി. തന്റെ തലമുടി കൊണ്ട്. മറിയ ബോബ് ചെയ്തതല്ലെന്നാ തോന്നുന്നേ. എന്റെ എളിയ അഭിപ്രായമാ. നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. സുഖമില്ലാത്തവരും ദീനം വന്ന് പുറത്തവരും മാരക രോഗത്തിന് അടിമപ്പെട്ട് വിടുവിച്ച പലരും മുടി നഷ്ടപ്പെട്ട് പോയവരുണ്ട്. അവരുടെ കാര്യം അല്ലി പറയുന്നത്. ഒരു കുഴപ്പമില്ലാത്ത മോളി ഉള്ള മുടിയെല്ലാം കണ്ടിച്ച് വെച്ച് ഇങ്ങനെ നടക്കുന്ന എൻ്റെ കാര്യമായി പറഞ്ഞത്. അപ്പം മറിയ അങ്ങനല്ലായിരുന്നു. തലമുടി കൊണ്ട് തന്നെ മറിയ. ഒന്നുകൂടെ വായിച്ചോ ദൈവദാസി. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലങ്ങ് എടുത്ത് യേശുവിന്റെ കാൽക്കൽ പൂശി. തലമുടി കൊണ്ട്. പിന്നെ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട്
നിറച്ചു. അതാണ് ഈ പകർന്ന തൈലം പോലെ അവിടുത്തെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി യേശുവിന്റെ നാമം പകർന്ന തൈലം പോലെ, തൈലം നല്ല തൈലം പകർന്ന ആ വീട് മുഴുവൻ സൗരഭ്യമായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരോട് ഒരു കാര്യം ശ്രോതാക്കളോട് പറയട്ടെ, നിന്റെ ജീവിതം ദുർഗന്ധം വമിച്ചതായിരിക്കാം. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുക, നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുക. അവൻ ആരും നിന്നോട് സംസാരിക്കുന്നില്ല, സഹകരിക്കുന്നില്ല. നിന്റെ കുടുംബത്തിലുള്ളവരെ, ചാർച്ചക്കാര്, സ്നേഹിതര്, ദേശനിവാസികൾ, വേണ്ടപ്പെട്ടവരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തി. കാരണം നീ ദുർഗന്ധമുള്ള വ്യക്തിയാ, നിന്നോട് അടുക്കാൻ കൊള്ളത്തില്ല, നിന്നോട് കൊള്ളുകയില്ല, നീ നാറ്റ കേസാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് രാത്രി നീ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ, യേശുവിനായിട്ട് ഇന്ന് രാത്രി നീ സമർപ്പിച്ചാൽ, നിന്റെ ദുർഗന്ധത്തെ സുഗന്ധമാക്കി തീർക്കുവാൻ കഴിവുള്ള നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ആത്മഹത്യ പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, അവൻ അതെ വിഷം പരിഹാരമല്ല, അവൻ പരിഹാരം യേശുവിലുണ്ട്. എന്താ യേശുവിനുള്ള പരിഹാരം? യേശുവിന്റെ നാമം പകർന്ന തൈലം പോലെ. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, പ്രിയരെ, ഇന്ന് രാത്രി ജീവിതത്തിൽ ദുർഗന്ധത്തിന്റെ അവനരെ പിടിയിൽ അകപ്പെട്ട്, അയ്യോ ഇനി എങ്ങനെ രക്ഷപ്പെടും, ആരെന്നെ രക്ഷിക്കും, എന്റെ ഈ നാറ്റം, എന്റെ ജീവിതത്തിന്റെ നാറ്റം എങ്ങനെ മാറും, ആര് മാറ്റും, അയ്യോ ഇത് മാറത്തില്ല, ഞാനിതോടെ അവൻ മുടിയുക, അവൻ ഇനി നശിക്കുക, ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിച്ച് ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല, പരിഹാരം യേശുവിലുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കവ പകർന്ന തൈലം പോലെ പരിശുദ്ധമായ യേശുവിന്റെ നാമം നിന്റെ ജീവിതത്തിന്റെ ദുർഗന്ധത്തെ മാറ്റും. സകലരും സന്തോഷ ധ്വനിയാൽ, സന്തതം സകലരും സന്തോഷ ധ്വനിയാൽ സ്തോത്ര സംഗീതം പാടി, സ്തോത്ര സംഗീതം പാടി ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവീ, നിരന്തരം വന്ദനം. മനുസൂദനെ രാജിതമകസൂദനെ രാജസ്വമാനിതനെ രാജസമാനിതനെ ശ്രീയേശുവേ വന്ദനം. ഓ നിരന്തരം വന്ദനം ചെയ്തിടുവീ, ശ്രീയേശുവേ വന്ദനം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ ദുർഗന്ധത്തെ മാറ്റുവാൻ കഴിവുള്ള പകർന്ന തൈലം പോലുള്ള പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. നിന്റെ കുടുംബത്തിന്റെ ദുർഗന്ധം മാറ്റുവാൻ കഴിവുള്ളതാ യേശുവിന്റെ നാമം. വീട് മുഴുവൻ നിറച്ചെന്നല്ലേ, നിന്റെ കുടുംബത്തിന്റെ ദുർഗന്ധം മാറ്റുവാൻ കഴിയും. ആർക്ക്? യേശുവിന് കഴിയും. ഇന്ന് രാത്രി യേശുവിനായി നിന്റെ കുടുംബത്തെ ഏൽപ്പിക്കുക. ആമൻ. നിന്റെ ഭവനത്തിന് നിനക്കും ഇന്ന് രാത്രി രക്ഷ വരുന്ന രാത്രിയാ. ദേശത്തിന്റെ ദുർഗന്ധം മാറുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശുവിന്റെ പരിശുദ്ധ നാമം. ആ ഭാഗമൊക്കെ പറയുമ്പോൾ പല കാര്യങ്ങളൊക്കെ പറയേണ്ടത്, അതിന് ഇന്ന് മുതിരുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ വലിയ ദുർഗന്ധമായിരുന്നു. വഴി നടക്കാൻ മേല, പള്ളിക്കൂടത്തിൽ കയറാൻ മേല, നേരും ചൊവ്വനും തുണി കൊടുക്കാനൊക്കത്തില്ല, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല, കെട്ടില്ല, തമ്മിലും അടുപ്പമില്ല, സഹകരണമില്ല, ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല, പട്ടിക്കും പന്തിക്കും വഴി കൂടെ പോകാം, മനുഷ്യന് പോകാൻ മേല, അവൻ വസ്ത്രം ധരിക്കാനൊക്കത്തില്ല, ഇതുപോലെ വെള്ളത്തുണി കൊടുത്ത് എല്ലാവർക്കും നടക്കാനൊക്കത്തില്ല, അമ്മമാർക്ക് മാറുമറയ്ക്കാനൊക്കത്തില്ല, ആഭരണം നിഷിദ്ധമായി ചില ആൾക്കാർക്ക്, അതുകൊണ്ട് കല്ലുമാല ധരിക്കണം, എന്തെല്ലാം. അതുപോലെ അടിമച്ചന്തകൾ, അടിമക്കമ്പോളങ്ങൾ, മാത്രമാണ് വെട്ടുകണ്ടങ്ങൾ, എന്തെല്ലാം പീഡകളും, എന്തോ ഒരു ദുർഗന്ധമായിരുന്നു. ഭർത്താവ് മരിച്ചാൽ സഹോദരി ചിത ചാടി ചത്തോണം, എന്തോ ഒരു കുഴപ്പടി ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്തോത്രം. എന്തെല്ലാം കുഴപ്പടികളാ. ഈ ദുർഗന്ധമെല്ലാം മാറ്റിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. നിങ്ങളതിൻ്റെ ചരിത്രം സൂക്ഷ്മമായി ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അതെല്ലാം വിദേശത്ത് നിന്ന് യേശുവിനെ അറിഞ്ഞ അനേകം മിഷണറിമാർ ഇവിടെ വന്ന്, സായിപ്പന്മാരെല്ലാവരുടെയും കാര്യമല്ല ഞാനീ പറയുന്നത്, ചെല്ലു പറഞ്ഞ പറഞ്ഞ സായിപ്പന്മാരിവിടെ, സായിപ്പന്മാർ വന്നാൽ എന്നെ ഗുണം പിടിക്കാത്ത സായിപ്പന്മാർ എത്രണ്ണം വന്ന് ഇപ്പോഴും വരുന്നില്ലേ? ഇപ്പോഴും വരുന്നുണ്ട്, വരുന്ന സ്ഥലവും ഉണ്ട്. അന്നങ്ങ് കിടക്കുകയല്ലയോ അവിടെ? ഓ എന്നാ പറയാനാ, മതാമേൻ താരി എടുത്തുകൊണ്ട് നടക്കുക. ഞാൻ സായിപ്പന്മാരെ എല്ലാം വക്കാലത്ത് പിടിച്ച് പറഞ്ഞതല്ല, യേശുവിനെ അറിഞ്ഞവരുടെ കാര്യമാണ്. ദൈവത്തിന്റെ മഹത്വം. യേശുവിന്റെ സ്നേഹം അകത്ത് കയറിയവര്, ആ യേശുവിന്റെ സ്നേഹത്താൽ ആമൻ കടന്നു വന്ന അങ്ങനെയുള്ള മിഷണറിമാർ ഇവിടെ വന്ന്
താഴേക്കിടകിൽപ്പെട്ട ദുർഗന്ധം പിടിച്ച് അവൻ ദുർഗന്ധം വമിച്ച് ആർക്കും വേണ്ടാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് എല്ലാവരാലും തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നവരെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. അവരുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ ദുർഗന്ധം മാറ്റിയെന്ന്. സായിപ്പ് ഒരിക്കലൊരു സായിപ്പ് വണ്ടിയെ വില്ല് വെച്ച വണ്ടിയെ കുതിര വണ്ടിയിൽ പോയപ്പോൾ കണ്ടത്തിൽ മനുഷ്യനെയും മാടിനെയും കൂടെ വെച്ചാ ഉഴുന്നത്. മുഖത്തിൻ്റെ ഒരു വശത്ത് മാട്, ഒരു വശത്ത് മനുഷ്യൻ. നടന്ന കാര്യമാണ്. സായിപ്പ് പറഞ്ഞു വണ്ടി നിർത്തി വെച്ചാണ്ട് മനുഷ്യനെ ഇഞ്ഞ് കയറ്റിക്കൊണ്ട് വരാൻ പറഞ്ഞു. ചേറിനകത്ത് കുഴഞ്ഞു നിൽക്കുക. മാട് ഉഴുമ്പോലെ മനുഷ്യന് ഉഴുതോണം, ഇല്ലേ പുറന്നിറങ്ങി അടിയാണ്. അന്ന് സായിപ്പന്മാർ ഇവിടെ പരിക്കുന്ന കാലവും കൂടാ. അയാളെ ഇഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. ചേറിനകത്ത് കുഴഞ്ഞു നിൽക്കുക. സായിപ്പ് അദ്ദേഹത്തെ ബംഗ്ലാവിൽ കൊണ്ടുപോയി തേച്ച് കുളിപ്പിച്ചു, ഭക്ഷണം കൊടുത്തു, വസ്ത്രവും കൊടുത്തു, രക്ഷയുടെ സുവിശേഷവും പറഞ്ഞു. ആ മനുഷ്യന്റെ സകല ദുർഗന്ധവും മാറി. നിങ്ങൾ മല്ലപ്പള്ളിയിൽ പരിചയമുള്ളവർ ചെന്ന് അവിടെ ഹാബേൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു സംരംഭമുണ്ട്. ഹാബേൽ ഫൗണ്ടേഷൻ. ഞാനതിൻ്റെ ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ പേരും പണ്ടത്തെ സ്ഥിതിയും എല്ലാം ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അപ്പൊ നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള ദുർഗന്ധം പലതുണ്ടായിരുന്നു. ആ ദുർഗന്ധത്തിന് മാറ്റം വരുത്തിയത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. ഇന്നും ഇതിന് മാറ്റം വരുത്തുവാൻ ഈ സുവിശേഷം കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ അവിടുത്തെ നാമം പകർന്ന തൈലം പോലെയുള്ള പരിശുദ്ധ നാമമാണ്. എന്നാൽ ഈ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, അതിനെപ്പറ്റി വായിക്കുന്ന ദൂഷണ നാമങ്ങളാണ്. ഒന്നുകൂടെ വായിച്ചോ, 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമമുള്ള ഒരു മൃഗം. തലയിൽ ദൂഷണനാമമുള്ള ഒരു മൃഗം. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് വെളിപ്പാട് 1:13 വെളിപ്പാട് വേണ്ട, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേണ്ട. നമുക്ക് വേണ്ടതല്ല ഇങ്ങനെയുള്ള വെളിപ്പാടാ, ദൂഷണനാമം. ഇതാണ് നമ്മൾ കാണുന്നത്. അത് കണ്ടുകൊണ്ടാണ് ഈ പരുവക്കേടി പലരും ഇരിക്കുന്നത്. 1:13 മുതൽ കണ്ടവരാണെങ്കിൽ ഈ ഇരിപ്പല്ലല്ലോ ഇരിക്കുന്ന പലരും. ഇത് കണ്ടതല്ല. എനിക്ക് വന്ന് മിക്കതും മൃഗത്തെ കണ്ടേ ഇരിക്കുകയാന്ന് തോന്നുന്നു, പേടിച്ചും ഭയപ്പെട്ടും. മാത്രമാണോ നമ്മൾ കാണുന്നത്? ഇനി 12:1 വായിച്ചു. അവിടെ വേറൊരു സംഭവം കാണുക. 12. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാറ്. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രൻ. ഓടിച്ചു വായിച്ചോ. ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയാ. നമ്മൾ കാണുന്നതല്ല ഇങ്ങനത്തെ കാഴ്ചയാ. ഇതല്ല കാണേണ്ടത്. അത് കണ്ടോ, കുഴപ്പമില്ല. കാണേണ്ടത് വെളിപ്പാട് പുസ്തകം 1:13 മുതലുള്ള വെളിപ്പാടാ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഈ വെളിപ്പാട് കാണാതെ നമ്മൾ കാണുന്ന മുഴുവൻ കയറി വരുന്ന മൃഗം സൂര്യനെ അണിഞ്ഞൊരു തള്ള. പിന്നെ കാണുന്ന ഏതാ? 12:3 വായിര്. യോടി എന്നെ നോക്കിയിരിക്കാതെ വായിക്ക്. 12:3. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തല, 10 കൊമ്പ്, തലയിൽ 7 രാജമുടിയും തീനിറമുള്ള ഒരു മഹാസർപ്പം. മതി. ഞാനും നിങ്ങളും കാണേണ്ട വെളിപ്പാട് 1:13 മുതലുള്ള വെളിപ്പാടാ. നമ്മൾ ഇത് കാണുന്നുമില്ല. ഇത് കാണാൻ നമുക്ക് താല്പര്യമോ ഇല്ല. നമ്മൾ മുഴുവൻ കാണുന്നത് പാമ്പ്, തീനിറമുള്ള പാമ്പ്, സൂര്യനൊരു തള്ള, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നൊരു. ഈ വെളിപ്പാടെല്ലാം കണ്ടുവച്ചിരിക്കും. അതാ ഈ പരുവക്കേടിയിരിക്കുന്നത്. അതെ. ഇനി 17:3 വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിൽ കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്റെ മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ. വേറൊരു സ്ത്രീയെ ഇടയ്ക്ക് കയറി പറയാം. വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ പ്രധാനമായിട്ട് 4 പെണ്ണുങ്ങളെ കാണാം. എൻ്റെ ഭാഷയാ. 4 സ്ത്രീകൾ, 3 പരുവക്കേടാ. 3 ഞാനൊക്കെ 4 സ്ത്രീകൾ. ഒന്നാമത്തെ സ്ത്രീയെ 2-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുന്ന അമ്മാമ്മ, പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുന്ന
ചില സഹോദരിമാരുണ്ട്, പാസ്റ്റർ സങ്കീർത്തനം വായിച്ചിരുന്ന് കഴിയുമ്പോൾ അമ്മാമ്മ പ്രബോധനത്തിന് എഴുന്നേക്കും. വേറെ സഭയിലുണ്ടായിരുന്ന അമ്മാമ്മ പ്രാർത്ഥിച്ചൊടുവിൽ നിർത്തുന്നത് ഒക്കെ തള്ളക്ക് കൊടുക്കാഞ്ഞതിന് അത് പിന്നെ പ്രശ്നം ഉണ്ടായി. എൻ്റെ ദാസന്മാരെ, അതാ ഒരു സ്ത്രീയെ ഒന്നും ഞാൻ വിവരിക്കുന്നില്ല, വിവരിച്ചിട്ട് കാര്യവും ഇല്ല. അതൊരു സ്ത്രീയെ. രണ്ടാമത്തെ സ്ത്രീ 12 കാണുന്നത് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ. മൂന്നാമത്തെ സ്ത്രീ 17 കണ്ടത് മൃഗത്തിൻ്റെ പുറത്ത് കയറി ഇരിക്കുന്നു. എന്നാൽ നാലാമതൊരു സ്ത്രീ ഉണ്ട്, അത് മണവാട്ടിയാണ്. 19-ാം അധ്യായത്തിൽ. ആ ഭാഗത്തേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, നിങ്ങൾക്ക് അറിവുള്ളത് കൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ഞാനും നിങ്ങളും കാണേണ്ട വെളിപ്പാട് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കാണണം. പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി നാട് കടത്തപ്പെട്ടിരിക്കുക. 2 കാര്യത്താൽ യോഹന്നാനെ നാട് കടത്തി. എന്താ 2 കാര്യം? യോഹന്നാൻ നാട് വിട്ടത് അല്ലെ യോഹന്നാനെ നാട് കടത്തിയത് ചിട്ടി നടത്തി പൊട്ടിയതല്ല. അല്ല, നാട്ടുകാരുടെ പാസ്പോർട്ടും വിസായും എല്ലാം മേടിച്ച് കാശടിച്ച് മാറ്റി അല്ല, അതിരുമാന്തി വെച്ച് പോയതല്ല. ചേട്ടാനിയന്മാർ തമ്മിൽ കൊമ്പ് കോർത്ത് വഴക്കുണ്ടാക്കി വടിവാളിന് വെട്ടി ഉണ്ടയിട്ട് പോയതല്ല. മലബാറിനോ ഹൈ റേഞ്ചിനോ പണ്ടൊക്കെ അങ്ങനെ പോവും. എല്ലാവരും അല്ല, ചിലര്. എല്ലാവരുടെയും കാര്യമല്ല, ചിലര്. യോഹന്നാൻ പോയത് അതിരുതർക്കം ഉണ്ടായി പോയതല്ല, അടിപിടി ഉണ്ടാക്കി പോയതല്ല, കത്തിക്കുത്തുണ്ടാക്കി പോയതല്ല, നാടൻ ബോംബ് എറിഞ്ഞു പോയതല്ല, വടക്കും മയ്യാവേലി ഉണ്ടാക്കി പോയതല്ല, നാട്ടുകാരുടെ കാശ് മേടിച്ചു പോയതല്ല, പാസ്പോർട്ടും വിസയും വിസ തരാന്ന് പറഞ്ഞേച്ച് ഉണ്ടായിട്ടത്. ട്രാവൽ ഏജൻസി അങ്ങനെയൊക്കെ പൊട്ടിയ ആൾക്കാരുണ്ട്. പേർഷ്യ ജോലി ചെയ്ത് അറബിയുടെ അടിച്ചു മാറ്റി മുങ്ങിയ എന്തോ ഒരു കമ്പനി ഉണ്ടല്ലോ, എന്തേലും ആട്ടെ, അങ്ങനെയൊക്കെ മുങ്ങിയ ധാരാളം ആൾക്കാരുണ്ട്. ഉണ്ടെന്ന് നിങ്ങളുടെ അറിവില്ലേ? ചിലരെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഉണ്ട്, ധാരാളം. യോഹന്നാൻ അങ്ങനെ പോയതല്ല നാട് കടത്തപ്പെട്ടത്. എങ്ങനെയാ യോഹന്നാൻ നാട് കടത്തപ്പെട്ട്? കാരണം 1:9 വായിച്ചേ, 1:9-10 വായിച്ചോ. 9-10 പെട്ടെന്ന് ചടികടാന്ന് വായിക്കേ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും കഷ്ടതയിലും രാജ്യത്തിലും സകലതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാന് ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം അവർ 2 കാരണത്താലാണ് ആമേ പത്മോസിൽ നാട് കടത്തപ്പെട്ടത്. 1 ആമേൻ സ്തോത്രം, യേശുവിന്റെ സാക്ഷ്യം. 2 ദൈവവചന നിമിത്തം. ഒരു കാര്യം ദൈവമക്കളോടും എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും നീ ശരിയായ നിലയിൽ സാക്ഷ്യം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. നമ്മളാരും ശരിയായ നിലയിൽ പറയുന്നില്ലല്ലോ. പറയുന്നുണ്ടോ? ഇല്ല, പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പ്രശ്നമാണ്. പറയുമ്പോഴേ പറയും പരിജ്ഞാനത്തോടെ പറഞ്ഞോണം, ഇല്ല നമുക്ക് തല്ല്. ശരിക്കും പറഞ്ഞാൽ പ്രശ്നമാണ്. ശരിയായ നിലയിൽ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ പഠിച്ച് ശരിയായി സാക്ഷ്യം പറഞ്ഞെടുത്തെല്ലാം പ്രശ്നമല്ലേ? അതെ, പ്രശ്നമാണ്. എല്ലായിടത്തും പ്രശ്നമാണ്. പ്രശ്നം മാത്രമാണ് അവർക്ക് കിട്ടിയ പേര് കലക്കം ഉണ്ടാക്കുന്നവരെന്ന്. കലക്കം ഉണ്ടാക്കുന്നവരെന്ന് നല്ല പേരല്ലല്ലോ കിട്ടിയത്. അവൾ ശരിയായ സാക്ഷ്യം പറഞ്ഞ പ്രശ്നമാണ്. മാത്രമല്ല വചനം തീർത്ത് പറഞ്ഞേ പ്രശ്നമാണ്. 2 കാര്യത്താൽ ആ യോഹന്നാൻ നാട് കടത്തപ്പെട്ടത്. 1 സാക്ഷ്യം, 2 ദൈവവചനം നിമിത്തം. അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ചേ, ദൈവവചനം നിമിത്തം വായിക്കേ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സാക്ഷ്യത്തിലും കൂട്ടാളിലുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും. ഒരു കാര്യം എന്നെ കേൾക്കുന്നുണ്ട്, വചനം തീർത്ത് പറഞ്ഞ പ്രശ്നമാണ്. പക്ഷെ നമ്മളാരും ശരിക്കും വചനം പറയുന്നില്ല. ഞാൻ സഹിതം തീർത്ത് പറയുന്നില്ല. നമ്മളെല്ലാം ഒരു എന്തുവാ, ഒരു പരുവത്തിന് പൊത്തി അങ്ങനെ. സഭയിൽ ബ്ലേഡുകാരൻ അച്ചായം കാണും. 15-ാം സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കാൻ പറ്റുമോ? ട്രാൻസ്ഫർ ആയിരിക്കും. അട്ടപ്പാടിക്ക് ഒരു സഭ കിട്ടിയത് തന്നെ എന്ത് കഷ്ടപ്പെട്ട. നമുക്കും ദൈവത്തിനും അറിയാം. പ്രസ്ബിറ്ററെ കണ്ടു, സെൻട്രൽ പാസ്റ്ററെ കണ്ടു, സൂപ്രണ്ടിനെ കണ്ടു, ഓവർസിയറെ കണ്ട്, പിന്നെ ഓരോ വിഭാഗത്തിൻ്റെ പേരങ്ങ് പറഞ്ഞതാ. സ്തോത്രം. കണ്ട് കാണേണ്ടതുപോലെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ 15 വായിക്കേണ്ട കാര്യം പെമ്പളയും പറഞ്ഞു, നിങ്ങൾ 15 വായിക്കണം, നിങ്ങൾ 91 വായരുത്. 15 നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അത്ര വലിയ തെള്ളപ്പി നിൽക്കാന്നെ 15 എന്നോടും പിള്ളേരോടും വൈകിട്ട് പറ, ഞങ്ങൾ ബലപ്പെടുകയോ തുള്ളുകയോ ചെയ്യാം.
സഭയെ പറഞ്ഞ പ്രശ്നം വേണ്ട, തീർത്ത് പറഞ്ഞ പ്രശ്നമാ. അതെ, പ്രശ്നമാ. സഭയ്ക്കകത്ത് ശരിക്കും ഉപദേശം പറഞ്ഞ പ്രശ്നം ഉണ്ടാകും. വചനം തീർത്ത് പറഞ്ഞ പ്രശ്നമാ. വേർപാടിന്റെ ഉപദേശം ഒന്ന് പറഞ്ഞു നോക്കിയ പ്രശ്നം ഉണ്ടാകും. ഇപ്പം മിണ്ടാനൊക്കത്തില്ല. പാസ്റ്റർമാർക്ക് അറിയാൻ പാടില്ലായിട്ടല്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയാം, പറയുകയല്ല, പറഞ്ഞ പ്രശ്നമാ. എന്നാൽ യോഹന്നാൻ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകം. അപ്പൊ ആത്മവിവശനം എന്നാ, അവശനല്ല. നമുക്കറിയാം ഇപ്പൊ എല്ലായിടത്തും ആവശ്യതയാ. യോഗത്തിന് വന്ന് ആവശ്യതയാ. എല്ലാം ഉരുണ്ട് വീഴുകയും ഛർദ്ദിക്കുകയും കുരയ്ക്കുകയും എന്തെല്ലാം മേളമാണ് നടക്കുന്നത്. പൊത്തോന്നങ്ങ് വീഴുക. വീണാ പിന്നെ ആവശ്യത ഉണ്ടാകാതിരിക്കുമോ? നിലക്കണ നിന്ന് ആണും പെണ്ണും എല്ലാം കൂടെ പൊടോന്നുരുണ്ട് വീണ വീടിച്ചേച്ച് അവൻ കാറെ കയറിപ്പോയി, തള്ളയോടെ വീണ് കിടക്കുക. മാപ്പിള അവിടെ ഓട്ടോയിൽ ചാരുന്നു. ഇപ്പോൾ ഓട്ടോക്കാരനും വന്ന് നിൽക്കുന്നു. ഇതിനെയും കൊണ്ട് പോകണം. ഇങ്ങോട്ട് വന്നപ്പോൾ കാശ് കൊടുക്കാതാ പോകുന്നത്. അവന് കാശ് കൊടുക്കുകയും ചെയ്യണം. അത് ആ എഴുന്നേറ്റുള്ള പോക്കൊക്കെ ഒന്ന് കാണാൻ ആവശ്യപ്പെട്ടില്ല. എഴുന്നേറ്റ് മുടി അഴിഞ്ഞ് കൂടെയുള്ളവരെല്ലാം പോയി. ഒരു തരത്തിൽ ഒത്തിയും ചാടി ഓട്ടോയിൽ കയറുകയെല്ലാം അങ്ങോട്ട് ഇടുക. അവനും കരുന്ന പോകാം മോളി. ഇല്ല, എൻ്റെ ഷാൾ അവിടെ കാണും. ഉരുണ്ട് വീണപ്പോൾ ഷാളം കണ്ടു പോയതാ. അവൻ ഞാൻ അതെടുത്തോണ്ട് വന്നു. ഓട്ടോ സ്റ്റാർട്ടൊക്കെ വിടരുത്, എൻ്റെ വാച്ച് അവിടെ കണ്ട്. ഇത് ആവശ്യതയാ. നമ്മൾ ചോദിക്കും നാളെ വരുമോ? എന്നാ പറ്റും? ആവശ്യതപ്പെട്ടത് മിണ്ടാൻ പോലുമുള്ള അങ്ങനുണ്ട്. ഞങ്ങളുടെ വെളിയനാട് പണ്ട് ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ആത്മാവിൽ ശക്തമായിട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു അച്ചായനുണ്ട്, കുന്നുപറമ്പിലെ കൊച്ചായനെ. പുള്ളി അനങ്ങാതിങ്ങനെ നിൽക്കുക. അപ്പം അമ്മാമ്മ അപ്പുറത്തെ സഹോദരിമാരുടെ ഭാഗത്തുണ്ട്, രാജമാമ. പുള്ളിക്കാരി ഇടയ്ക്കിങ്ങനെ നോക്കിയപ്പം പുള്ളി അനങ്ങാതെ. എല്ലാവരും നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാനും ഉണ്ട്. അപ്പം രാജമാമ ചോദിച്ചു, എൻ്റെ പാപ്പ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നൃത്തം, നിങ്ങൾ മാത്രം ഇങ്ങനെ. അപ്പം പുള്ളിയുടെ ഡയലോഗ് അതാ രസപ്പുള്ളി. രാജമ്മേ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മൺകൂടാരത്ത് വന്നിട്ട് എനിക്കൊരക്ഷരം പറയാൻ പറ്റുന്നില്ല. പുള്ളിയുടെ ഡയലോഗാ. നിങ്ങൾക്ക് അങ്ങനത്തെ കുഴപ്പം നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ. എനിക്ക് ദൈവത്തിൻ്റെ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരങ്ങൾ വന്നിട്ട് എനിക്കൊരു അക്ഷരം മിണ്ടാൻ മേല, അനങ്ങാനും മേല. എനിക്ക് വന്ന് നിങ്ങൾക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അനങ്ങാനും മേല. ഇത് വിവശതയാ, അവശതയല്ല. കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. ഈ ആത്മവിവശത വന്നാൽ ബോധം പോകുകയല്ല, ബോധം ഉണ്ടാകുക. ചെല്ലു ധരിക്കുന്ന ബോധം പോകുക, എന്നാൽ ബോധം പോകുകയല്ല, ബോധം ഉണ്ടാകുക. ആ ഭാഗം നിങ്ങൾ പഠിച്ച് കാണും, കേൾക്കും, അറിയും, എഴുതും, ഓർക്കും, പറയും, നോക്കും. താനോട്ട് പഠിക്കുമ്പോൾ അതെല്ലാം അതിനകത്ത് സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. ആത്മവിവശത എന്ന് പറഞ്ഞാൽ യോഗത്തിന് വന്ന് അനങ്ങാതെ അവിടെ ഉരുണ്ട് വീണ് കിടക്കുന്നതല്ല. ആത്മവിവശത വന്നപ്പോൾ കാണും, കേൾക്കും, അറിയും, പറയും, ഓർക്കും, എഴുതും, മറക്കത്തില്ല. അതാ വിവശത. അവിടെ വായിക്കുന്ന കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന കാഹളത്തിനൊരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നേതം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം വായിച്ചല്ലോ. തിരിഞ്ഞപ്പോൾ 7 നക്ഷത്രം മലങ്കെങ്കിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കിന്റെ നടുവിൽ നിലയങ്ങ് ധരിച്ച് മേറത്ത് പൊൻകച്ച കെട്ടവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ ഞാൻ കണ്ടു. താഴോട്ട് നമ്മുടെ കർത്താവിന്റെ തേജസ്കരിക്കപ്പെട്ട ആ പ്രത്യക്ഷതയാ യോഹന്നാൻ കാണുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും കാണേണ്ടത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. ആരാ യേശു ക്രിസ്തു? നിന്റെ പാപത്തെ മോചിക്കുന്നവൻ. ആരാ യേശു ക്രിസ്തു? നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നവൻ. ആരാ യേശു ക്രിസ്തു? നിനക്ക് സമാധാനം നൽകുന്നവൻ. ആരാ യേശു ക്രിസ്തു? നിന്നെ സൗഖ്യമാക്കുന്നവൻ. ആരാ യേശു ക്രിസ്തു? നിന്നെ വീണ്ടെടുക്കാൻ കഴിവുള്ളവൻ. ആരാ യേശു ക്രിസ്തു? എല്ലാത്തും ജയിച്ചവൻ. ആരാ യേശു ക്രിസ്തു? സകലത്തെ നിയന്ത്രിക്കുന്നവൻ. ആരാ യേശു ക്രിസ്തു? ഈ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ. ആരാ യേശു ക്രിസ്തു? സകല രോഗങ്ങളെ സൗഖ്യമാക്കുവൻ. ഇന്ന് രാത്രി മഹത്വവാനാകുന്ന തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് ഇന്ന് രാത്രി കണ്ടുവേണം ഇവിടുന്ന് തിരിച്ചു പോകാൻ. കരുണ നിറഞ്ഞ കണ്ണുള്ള തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു.
ലോകത്തുള്ളോൻ ലോകപാപ ചുമടിനെ ശിരസ്സു കൊണ്ടു ചുമന്നടിപ്പാൻ കുരിശെടുത്തു ഗോൽഗോഥാവിൽ പോയോനെ സ്തുതിപ്പി. ചേർന്ന് പാടാം. കാലുകൾ ഉലകിൽ കാച്ചി പഠിപ്പിച്ച നല്ല പിച്ചളക്കൊത്തതും ചേലോട്ടു മുഖപാപമാദിത്യൻ ശക്തിയോടും പ്രകാശിക്കും പോലെയും തലമുടി അവള പഞ്ഞി പോലെ ഇരിക്കുന്ന ദൈവപുത്രനെ സ്തുതിപ്പി. നമ്മുടെ കർത്താവിനെ പറ്റിയുള്ള പാട്ട് കൈയടിച്ച് പാട്. വഴിക്കും സത്യമും ജീവനും ഇവനെ, അവൻ അരികിൽ വരുവിൻ വഴിയും ആശ്വാസം ഉമേയവൻ പാപചൂമടൊടിച്ചവൻ മഴയും മഞ്ഞും പെയ്യുമ്പോഴുള്ളിൽ പൊഴിയുമേ മേഘത്തൂണിൽ നിന്നും പാടി സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പിൻ. ഓ മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ ഭൂവിരാജക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ നമ്മെ സ്നേഹിച്ചവൻ തിരിച്ചോരയാൽ കഴുകി നമ്മയല്ല ശുദ്ധീകരി വിശ്വത്ത സാക്ഷിയെ നിനച്ച്. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി. വളരെ വെള്ളത്തിനിരച്ചിൽ കൊത്തതും ശവക്കല്ലറയിൽ നിന്നും വെള്ളിയ മരിച്ചൊരു ഉയർത്തു യുവാനായി തക്ക വല്ലഭമുള്ളതും എളിയ ജനം ചെവിക്കൊള്ളുവതും വലിയ ഗംഭീര ശബ്ദമുള്ളോന്. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി. വലിയ ദൈവദൂതന്റെ ശബ്ദവും ദൈവകാകളവും തന്റെ വിളിയോടിട കലർന്ന് മുഴങ്ങവേ വാനലോകത്തിൽ നിന്ന് ജ്വലിക്കും അഗ്നിമേഘത്തിൽ വെളിപ്പ് കലങ്ങും ദുഷ്ടൻ മക്കൾ ആനന്ദിക്ക് സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി. ചേർന്ന് മന്നവ മന്നനാകുന്ന മജികായേ മകസേനയും കർത്തനെ മണ്ണും പിണ്ണും പടച്ചവനെ മാനുവേന മണ്ണു നന്ദനെ നന്ദനെ മേരി നന്ദനെ രാജ നന്ദനെ നിങ്ങൾ നന്ദിയോടെ പാടി സ്തുതിപ്പി പാടി സ്തുതിപ്പി സ്തുതിപ്പി. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ യേശുനാമത്തിനു ജയം അല്ലലെല്ലാം അവനകല കളയൂ യേശു രാജവിനോചന നല്ലവന യേശു രാജൻ വരും സർവവല്ലഭ യേശുവേ വേഗം സ്തുതിപ്പി സ്തുതിപ്പി. ഹരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. മൊത്തം പാടാനല്ല പറഞ്ഞ് ഇടയ്ക്കൊരു ആശ്വാസം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്തെങ്കിലും ഒന്ന് പാടിത്തരണ്ടേ? ഞാൻ ജാതം പിടിച്ച് പാടുക. ഇതുകൂടെ പാടാനാ ദൈവത്തിന് മഹത്വം. എല്ലാവരെയും ചിലപ്പോൾ തിട്ടമില്ലെങ്കിലും ഒരാശ്വാസം. ഈ പണ്ട് ആ ഭാഷ പറയുന്ന തെറ്റായി. കൊല്ലൻ്റെ ആലയിലെ നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടല്ലോ, വലിയ ഈ ഇരുമ്പ് പഠിപ്പിക്കും, കൂന്താലിയും പിക്കാസും ഒക്കെ. അപ്പോൾ അത് പഠിപ്പിച്ചു ഇങ്ങനെ ചെമ്പരത്തി പോലെ ചുമക്കുമ്പം കൊടലി കൊണ്ട് പിടിച്ചേ, ഞാൻ ആ ഭാഷ പറയുന്ന തെറ്റ് പണങ്ങരുത്, പിടിച്ച് ഒരു തൊട്ടിയും വെള്ളമുണ്ട്, കൽത്തൊട്ടിയാണ്, അതിലോട്ട് നമുക്ക് വേറൊരു ഇരുമ്പ് കൂടത്തിലോട്ട് വെച്ചിട്ട് വലിയ കൂടമെടുത്ത് പുള്ളി ഒരടി അടിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ട്, പണ്ട് പഴയ അപ്പച്ചന്മാർക്കറിയാം. അടിക്കും, അടിച്ച് പുള്ളി ഇതിങ്ങനെ എടുത്ത് അടിക്കാൻ ഇച്ചിരി സമയം എടുക്കും. പുള്ളി ഇങ്ങനെ ഒരടി അടിക്കുമ്പം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോ പിള്ളാരോ അല്ലെ കയ്യാളുകളുണ്ട്, ചെറിയ ചുറ്റിയേക്ക് അതുപോലെ രണ്ടടി അടിക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഒരടി അടിക്കുമ്പം വേച്ചൻ അവിടെ നിന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം, ആ മഹത്വമാനായ യേശുവിൻ്റെ ദർശനം, വെളിപ്പാട്, അത് യോഹന്നാൻ കണ്ടു. അതാ 1-ാം അധ്യായം. ഓടിച്ചു പറയാം. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത. അതിലെ ഒടുവിലത്തെ സഭയാകുന്ന ലവോദിക്കിയ സഭയോട് പറഞ്ഞ ദൂതിലെ ഒരു ഭാഗമാണ് രാത്രി ചിന്തയ്ക്ക് വായിച്ചത്. വേഗത്തിൽ പറഞ്ഞേക്കാം. 3:20 ഒന്നുകൂടെ വായിച്ചോ. 3:20 പെട്ടെന്ന് വായിച്ചോ. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഇന്ന് രാത്രി യേശു ക്രിസ്തു അവൻ വാതിക്കൽ നിന്ന് മുട്ടുക. ഒരു കാര്യം ഓടിച്ചു പറയാം. 1-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവ് സഭയുടെ നടുക്കുണ്ട്, 7 നിലവിളക്കുകളുടെ നടുവിൽ. നിലവിളക്ക് 7 സഭയാന്ന ആ പുസ്തകത്തിലെ വാക്യം നമ്മൾ വ്യാഖ്യാനിക്കേണ്ട അവിടെ തന്നെ വ്യാഖ്യാനമുണ്ട്. അപ്പോൾ 7 നിലവിളക്ക് 7 സഭ. ആ നിലവിളക്കിന്റെ നടുവിൽ 1-ാം അധ്യായത്തിൽ കർത്താവ് സഭയുടെ നടുക്കുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നടുക്ക് വെറും സ്റ്റാച്ചുവായിട്ട് നിൽക്കുകയല്ല.
യേശുവേ നീ ഇവിടെ നിന്നോണം, അനങ്ങരുത്, ഞങ്ങൾ അതിന് ബാക്കി കാര്യം ചെയ്തോളാം. അല്ലല്ല, ആ നടുക്ക് വെറുതെ നിൽക്കുകയല്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വായിച്ചോ, 2-ാം അധ്യായത്തിന്റെ 1. ഇനി ചടികടാന്ന് വായിക്കണം, സമയം പോവുക. എഫെസോസിലെ സഭയുടെ ദൂതനെ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ 1-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നു. 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ നടുക്ക് വെറുതെ നിൽക്കുകയല്ല, അവിടുന്ന് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സഭയുടെ നടുവിൽ കൂടെ യേശു നടക്കുക. ഇന്ന് രാത്രിയോ അവിടെ നമ്മുടെ നടുവിലുണ്ട്. യേശു ക്രിസ്തു നടുവിലാണെന്ന് ചില പൊട്ടന്മാര് ധരിച്ചിരിക്കുന്ന യേശു കിടക്കാൻ. അതുകൊണ്ട് ചാക്കോച്ച പ്രാർത്ഥിക്കാം. ഇട പൊട്ട കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് സൂര്യനോടാ. വായിര് 8:16 യഗസ്കേൽ വെളിപ്പാടല്ലേ? വായിക്ക്, പെട്ടെന്ന് വായിക്ക്, പോകണ്ടേ എല്ലാവർക്കും. അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവിൽ ഏകദേശം 25 പുരുഷന്മാരെ ഓടിച്ചു വായിരേ. തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന് നേരെയും മുഖം കിഴക്കോട്ടും തിരിഞ്ഞുകൊണ്ട് നിന്നിരുന്നു. അടുത്തത് അവര് കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുക. എന്റെ പൊന്നു സഹോദര, കിഴക്കോട്ടുള്ള പ്രാർത്ഥനയും കിഴക്കോട്ടുള്ള നോട്ടം സൂര്യാരാധനയാ. നമ്മുടേത് സൂര്യാരാധനയല്ല, ദൈവാരാധനയാ. അതിന് കാരണം എന്നാ? നമ്മുടെ കർത്താവ് നമ്മുടെ നടുക്കുണ്ട്. അവിടുന്ന് ഈ ലോകത്ത് ജീവിച്ച് ശുശ്രൂഷ ചെയ്തപ്പോഴേ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാം 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും നടുവിലുണ്ടെന്ന്. ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട്. പുറപ്പാട് പുസ്തകം 25 നിങ്ങൾ പഠിക്കുമ്പോൾ, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയണം. നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിന് അനന്തരം 12-ാമത്തെ വയസ്സിൽ വലിയ പള്ളിയിൽ ചെന്ന് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയൊക്കെ നടുക്കിരുന്ന് അവിടുന്ന് തിരുവായി ഒഴിഞ്ഞു. ദൈവത്തിന്റെ മകത്ത് അവരമ്പരന്ന് പോയി. എന്തിനേറെ, ക്രൂശിൽ കിടന്നപ്പോഴും 2 കള്ളന്മാരുടെ നടുവിലാണ്. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോഴും ശിഷ്യന്മാരുടെ നടുവിലാ. വാതിലടച്ചിട്ടപ്പോഴും വാതിലിനകത്ത് എന്ന് നടുവിലാ വെളിപ്പെട്ടത്. ഇന്ന് രാത്രിയിലും 7 നിലവിളക്കുടെ നടുവിൽ. അതുകൊണ്ട് എൻ്റെ സഹോദര, ദൈവസ്നേഹത്തിൽ വചനത്തെ വിളിച്ച് വെച്ച് പറയാ, കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കരുത്. കിഴക്കുന്നുമല്ല, തെക്കുന്നുമല്ല, പടിഞ്ഞാറുന്നുമല്ല ഉയർച്ച വരുന്നത്. ഉയർച്ച ഉയരത്തിനാ വരുന്നത്. ഇന്ന് രാത്രി യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് അവിടുന്ന് പ്രകാശിക്കുന്നു. ഇന്ന് രാത്രി ആ പ്രകാശം നീ പ്രാപിച്ച് ഇന്ന് രാത്രി അവിടുത്തെ നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് കിഴക്കോട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് വരെ അബദ്ധമായി. ഇന്ന് നിർത്തിയേച്ച് നീ ദൈവത്തോട് കണ്ണ് മേളിലോട്ട് ഉയർത്തി പ്രാർത്ഥിക്കരുത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് അല്ല പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നേരെ ഇന്നേലും നല്ല ബുദ്ധി ഉണ്ടായിച്ചു പോ. ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവ് നടുവിലുണ്ട്. ഇന്ന് രാത്രി അവിടെ നിന്ന് നടുവ് ഉലാവിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു വേഗം വാനമേഘ പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ. മാറിടാത്തവൻ സത്യമാ, മാറിടാത്തവൻ സത്യമാ. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു വേഗം വാനമേഘ പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ. മാറിടാത്തവൻ സത്യമാ. നേരമില്ല. അപ്പോൾ ഇന്ന് രാത്രി അവിടെ നിന്ന് നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ 1-ാം അധ്യായത്തിൽ നിലവിളക്കട നടുവിൽ യേശു നിൽക്കുന്നു. തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. ആ കർത്താവ് വെറുതെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുകയല്ല, പ്രതിമയായിട്ടല്ല, ഒരു ബിംബമായിട്ട് നിൽക്കുകയല്ല. 2-ാം അധ്യായത്തിൽ നടുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജീവനുള്ള ദൈവമാ. ചത്ത ദൈവമല്ല, മൺമറഞ്ഞ ദൈവമല്ല, മണ്ണോട് മണ്ണായ ദൈവമല്ല, മിണ്ടാട്ടമില്ലാത്ത ദൈവമല്ല, മിണ്ടാതെ മൃഗലിക്കാതെ ഇരിക്കുന്ന ദൈവമല്ല. അവിടുന്ന് ജീവനുള്ള ദൈവമാ. അവിടുത്തെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യാം, മൂക്കൊണ്ട് മണക്കുന്നുണ്ട്, ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അവനെ സേവിക്കുന്നവർ, അവനെ ആരാധിക്കുന്നവർ അവനെ പോല.
പത്രോസ് പറഞ്ഞ പദം നമുക്കറിയാം, ജീവനുള്ള കല്ലാകുന്ന അവന്റെ അടുക്കൽ നിങ്ങളും ചെന്നിട്ട് ജീവൻ പ്രാപിക്കേണ്ടതിന് ഇന്ന് രാത്രി അവൻ കയ്യും കെട്ടി വായും പൂട്ടി ആളുകളെ ചിരിക്കാതെ ഇന്ന് രാത്രി നടുവിൽ നടക്കുന്ന കർത്താവിന്റെ മഹത്വമുള്ള സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഞാന് ഇനി ആമൻ സ്തോത്രം ദീർഘമാക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് നിർത്താം. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. അവിടുന്ന് വാതിക്കൽ നിന്ന് മുട്ടുക. ഏതൊക്കെ വാതില് എല്ലാം വിവരിക്കാൻ നേരമില്ല. 1 ഹൃദയത്തിന്റെ വാതിൽ, 2 നിന്റെ ഭവനത്തിന്റെ വാതിൽ, 3 ദേശത്തിന്റെ വാതിൽ, 4 രാജ്യങ്ങളുടെ വാതിൽ, 5 രാഷ്ട്രങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ വാതിൽ. ഇന്ന് രാത്രി വാതിക്കൽ നിന്ന് യേശു മുട്ടുക. ആര് വാതിൽ തുറക്കും? ഇന്ന് രാത്രി വാതിൽ തുറന്നാൽ യേശു അകത്തേക്ക് പ്രവേശിക്കുക. 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക്, 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ സഭയുടെ നടുവിൽ കൂടെ നടക്കുന്നുണ്ട്. 1-ാം സഭ എഫെസോസ് സഭയുടെ കാര്യമല്ലേ? എഫെസോസ് സഭയുടെ നടുവിൽ കൂടെ 1-ാം സഭയുടെ നടുവിൽ കൂടെ നടന്നു. 2-ാം സഭ കയറി, 3-ാം സഭ 5, 6, 7-ാമത്തെ സഭ വന്നപ്പോൾ നടുക്കുമില്ല, നടുവിലുമില്ല, പുറകിലുമില്ല. യേശുവിനെ പുറത്താക്കി. അകത്ത് ഭയങ്കര പ്രൈസ് ആൻഡ് വർഷിപ്പാ. വിളക്കിൻ പറഞ്ഞടാ, ഞാൻ നടക്കൊന്നുമില്ല, ഞാൻ വെളിയില്ല, എന്നെ കൂടെ ഒന്ന് കേറ്റേ. പുള്ളി വാതൊക്കെ നിന്ന് അപ്പോൾ സെക്രട്ടറി എന്ന് പറഞ്ഞു, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുക, ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. ആരോടാ? യേശുവിനോടാ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയത് ഇരിക്കാൻ പറയണ്ടല്ലോ എന്ന് ഓർത്താം. അപ്പം അതുകൊണ്ട് പിന്നെ ഞോണ്ടുകയും മുരടുകയും ചെയ്യണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങി നിന്നത്. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മതി അവരെന്നാ ചെയ്യുന്നെന്ന്. ഞാൻ നോക്കുന്നില്ല. ഒരു കാര്യം പറയാം, പലയിടത്തും യേശുവിന് നടുക്ക് സീറ്റില്ല. വേറെ പലരുമായി ഇത് കൈയടക്കിയിരിക്കുന്നത്. യേശു വാതിക്കൽ നിന്ന് മുട്ടുക. അതെന്നാ അങ്ങനെ മുട്ടാൻ കാര്യം? അകത്തിരിക്കാൻ മേല. 1 ഇസബേൽ ഇതിനകത്തുണ്ട്. 2 ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നതിനകത്തുണ്ട്. 3 നിക്കലോവിയ ഉപദേശക്കാർ ഇതിനകത്ത് കയറി. സ്തോത്രം. 4 കള്ളയപ്പോസ്തലന്മാർ ഇതിനകത്ത് കയറി. 5 യഹൂദരല്ലാതിരിക്കെ യഹൂദനെന്ന് കളവായി പറഞ്ഞതിനകത്ത് കയറി. 6 സാത്താന്റെ പള്ളിക്കാർ കയറി. 7 ദുരുപദേശക്കാർ ഇതിനകത്ത് കയറി. യവന്മാരെല്ലാം കൂടി ഇതിനകത്ത് കയറിയോണ്ട് ഇപ്പൊ യേശുവിന് ഇരിക്കാൻ മേല. പലയിടത്തും ഇത് തന്നെ. യേശു വെളിയില്ല. ഇവരെ ആരെയും നമുക്കൊന്നും പറയാനും ഒക്കത്തില്ല, ഇറക്കി വിടാനും ഒക്കത്തില്ല. കാരണം സഭയുടെ മെയിൻ ആൾക്കാരാ. ഒന്നെങ്കിൽ മെയിൻ അച്ചായന്റെ മകനാ ദുരുപദേശത്തിൽ പെട്ടത്, അല്ലെ മെയിൻ ദശാംശം കൊടുക്കുന്നയാളാ, അല്ലെ സഭ പണിത പുള്ളിയാ. പണിതപ്പം കൃപയിലായിരുന്നു, ഇപ്പൊ പരുവക്കേടായി. അല്ലെ പുള്ളിയുടെ വസ്തുവില്ല സഭാഗോള് ഇരിക്കും. ഇതുവരെ എഴുതി കൊടുത്തിട്ടില്ല. പകുതി പുള്ളിക്കും പകുതി ഹോളിനും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചില സഭയ്ക്ക് സ്ഥലം കൊടുക്കുന്നില്ല, ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും 5 സെന്റ് എവിടെ മുടിഞ്ഞോനെ, നീ ഒരു 25 അങ്ങ് കൊടുക്കേ. ഉണ്ടല്ലോ 2-3 ഏക്കർ. അങ്ങനെ ഉള്ളവരോടായി പറയാനേ. 3-4 ഏക്കറുള്ള നീ ഒരു 50 സെന്റ് കൊടുക്ക്. ദൈവത്തിനല്ലേ? ദൈവത്തിന് ഇപ്പം ഇതിൻ്റെ ആവശ്യമൊന്നും. ദൈവം ഇപ്പം സ്ഥലമില്ലെങ്കിലും പുള്ളി വരുമല്ലോ. സ്ഥലമില്ലെങ്കിലും പിന്നെ വരും. അതിന് യാതൊരു തർക്കവും ഇല്ല. ഒരു കാര്യം പറയാം, സഭയ്ക്കകത്ത് ഇപ്പം കർത്താവിന് ഇരിക്കാൻ മേല. കർത്താവ് സഭയുടെ വെളിയിൽ നിന്ന് മുട്ടുക. വാതിക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ. കാടുകര തേടിയോടി കൂകി വിളിച്ചിടുന്നു. കാടുകര തേടിയോടി കൂകി വിളിച്ചിടുന്നു. എന്റെ സ്വരം കേൾക്കുമോ മകളെ മകനെ കുഞ്ഞേ? എന്റെ സ്വരം കേൾക്കുമോ മകളെ മകനെ കുഞ്ഞേ? വാതിക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. ഇന്ന് രാത്രി നീ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുക.
നിനക്ക് യേശു നിന്റെ ഉള്ളത്തിലേക്ക് വരട്ടെ. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, നിരത്ത് തിരിയോ ഒന്നും കണ്ട് കാഴ്ച വെക്കണ്ട. നിന്റെ ഏത്തക്കൊല വേണ്ട, വാഴക്കൊല വേണ്ട, സാമ്പ്രാണി വേണ്ട, മെഴുകുതിരി വേണ്ട, അരി വേണ്ട, മലര് വേണ്ട, പൊരി വേണ്ട, നിന്റെ വസ്തു വേണ്ട, സ്വോത്രകാഴ്ച വേണ്ട, നിന്റെ കൊച്ചിനെ വേണ്ട, നിന്റെ കോഴിയെ വേണ്ട, പൂവനെയും വേണ്ട, പെടയും വേണ്ട, കന്നാലിയും വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് രാത്രി നീ ഒന്ന് സമർപ്പിക്ക്. എൻ്റെ യേശുവേ, എൻ്റെ കയ്യിൽ തരാൻ ഒന്നുമില്ല, ഞാൻ വെറും കൈയായിട്ട് അങ്ങോട്ട് വരിക, പക്ഷേ ഇന്ന് രാത്രി എന്നെ അങ്ങ് തരിക. നീ രക്ഷപ്പെടും, നിന്റെ കുടുംബം രക്ഷപ്പെടും. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ആരേറ്റെടുക്കും, അവനും അവന്റെ കുടുംബത്തിനും രക്ഷയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് യേശു മുട്ടുക. 1-2 കാര്യങ്ങൾ അഭിവാചകം പോലെ പറഞ്ഞത്. വാതിക്കൽ നിന്ന് മുട്ടുന്നു. വാതിക്കൽ എന്തൊക്കെയുണ്ടെന്നാ അത് പറയാനാ ഞാൻ ഇരുന്നത്. എന്നാലും അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. അല്ല, ഇനിയിപ്പോൾ നാളെ പറയാൻ ഒക്കുകയല്ല. പിന്നെ വാതിക്കൽ എന്തൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അറിവുള്ള കാര്യം ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. പുതിയതൊന്നും അല്ല, പഴയതാ എങ്കിലും ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. വാതിക്കൽ എന്തൊക്കെയുണ്ട്? വാതിക്കൽ ഇവരെ വായിക്കാൻ അല്പം അമാന്ത ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് പറയാം. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. എന്നാൽ ഇത്രത്തോളം വായിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. 3 പേരും വിളിച്ചപ്പം മുമ്പോട്ട് വന്നിരിക്കുകയും വായിച്ചല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ മകത്ത്. അതുകൊണ്ട് ഇനി ഞാൻ അഭിവാചകം പോലെ വായിക്കുമ്പോൾ പിന്നെ സമയം പോവുക. ഇവർ ബൈബിളിൻ്റെ സിപ്പിട്ട് കാണിക്കുന്നു, മൂക്കലിക്കുന്ന കണ്ണട മടക്കി വെക്കും. പിന്നെ ചിലപ്പോൾ ദൂരെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, എന്നാലും അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഓടിച്ചങ്ങ് പറഞ്ഞ് നിർത്തുക. വാതിക്കൽ എന്തൊക്കെയുണ്ട്? വാതിക്കൽ എന്തൊക്കെ? ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 4:7 പഠിക്കുമ്പോൾ വാതിക്കൽ പാപം കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാ, നീ അതിനെ ജയിച്ച് കീഴ്പ്പെടുത്തണം. ഒരു വ്യത്യാസമല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തി. ആ പാപികളാകുന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ പാപമില്ലാത്ത പരിശുദ്ധനായ യേശു ക്രിസ്തു സ്വർഗമഹിമകൾ വെടിഞ്ഞ ലോകത്തിൽ ഇറങ്ങി വന്നു. ദൈവരൂപത്തിൽ ഇരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ സ്വരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായ യേശു, യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരമോ അനുഷ്ഠാനമോ പാരമ്പര്യമോ കീഴ്വഴക്കമോ കൊണ്ടൊന്നും പാപം പരിഹരിക്കത്തില്ല. തോമാശ്ലീഹയുടെ കാലത്ത് മുങ്ങിയാലാന്ന് പറഞ്ഞാലൊന്നും പാപം പരിഹരിക്കുകയല്ല. പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ, ഗുരുജൻ തൊട്ടി പണിതത് കൊണ്ടോ, പെന്തിക്കോസ് കോള് വെച്ച് കൊടുത്തത് കൊണ്ടോ, അവൻ സഭാകുളിന് പാൻ മേടിച്ചിട്ടത് കൊണ്ടോ, സ്വോത്രകാഴ്ച ഇട്ടത് കൊണ്ടോ, അവൻ കൺമഷം നടത്തിയത് കൊണ്ടോ, 10 പേർക്ക് ജാപ്പാട് കൊടുത്തത് കൊണ്ടോ, ആശ്വാസഭവനിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത് കൊണ്ടോ, അത് വളരെ നല്ലതാ, കൊടുത്തത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇന്ന് രാത്രി അതിന് മുഖാന്തരം ഉണ്ടാകട്ടെ. നിന്റെ സകല പാപങ്ങളും പരിഹരിക്കുവാൻ, മോചിക്കുവാൻ പര്യാപ്തമായ രക്തമാണ് യേശുവിന്റെ പരിശുദ്ധ രക്തം. എന്താ നമ്മുടെ കർത്താവിന്റെ രക്തത്തിന്റെ പ്രത്യേകത? 1, ഇത് പാപം മോചിക്കുന്ന രക്തം. 2, രോഗത്തെ സൗഖ്യമാക്കുന്ന രക്തം. 3, നിനക്ക് സമാധാനം തരുന്ന രക്തം. 4, സകല വ്യാധികളും പൊറുപ്പിക്കുന്ന രക്തം. 5, നമുക്ക് ജയം തരുന്ന രക്തം. വെളിപ്പാട് വായിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്താൽ അവർ ജയിച്ചെന്ന. ഇന്ന് രാത്രി പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിനക്ക് ജയം തരുവാൻ കഴിവുള്ള രക്തമാണ് യേശുവിന്റെ രക്തം. ഇത് പുണ്യാക രക്തമാണ്, സംസാരിക്കുന്ന രക്തമാണ്, ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഇത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ആട്ടുകൊറ്റന്മാരുടെ കാലക്കിടാക്കിടൻ രക്തവും മലിനപ്പെട്ട മേത്തളിക്കുന്ന പശുഭസ്മവും ജഡിക ചുത്തു വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാൻ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുവിന്റെ പരിശുദ്ധ രക്തം നിന്റെ സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി ഏറ്റുപറ, എന്റെ യേശുവേ, ഞാൻ പാപിയാ, എന്റെ പാപം ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു, എന്റെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ഇന്ന് രാത്രി എന്റെ പാപത്തെ മോചിച്ച്, പാപത്തെ ക്ഷമിച്ച് എന്റെ ഉള്ളത്തിലേക്ക് വന്ന് എന്നെ അവിടുത്തെ മകളാക്കി മകനാക്കി തീർക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഓടിച്ചവസാനിപ്പിക്കട്ടെ. 1, വാതിക്കൽ പാപം കിടക്കുന്നു. 2, വാതിക്കൽ സംഹാരകൻ നിൽക്കുന്നു. പുറപ്പാട് 12:13 നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അവൻ സംഹാരകൻ വാതിക്കൽ നിൽക്കുക. സംഹാര ശക്തി വാതിക്ക് എന്തിന്? ആദിയാതനെ തട്ടാൻ. രക്ഷപ്പെടാൻ എന്നാ മാർഗം? ഒരു കുഞ്ഞാടിനെ എടുത്ത് ചോരത്തലി ആചരിക്കണം. ആചരിച്ചു. എന്തോ സംഭവിച്ചു? സകല എണ്ണവും രക്ഷപ്പെട്ടു. എവിടുന്ന്? മിസ്രയീം വിട്ടു. മിസ്രയീം വിട്ടെന്ന്. ഈ മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത് എപ്പോഴാ? എല്ലാവരും ഇപ്പൊ പാട്ട് പാടുക. മിസ്രയീം വിട്ടതിൽ
പറവോൻ്റെ തിണ്ണേ കിടന്നാ പാടുന്നത്. അവനും പെമ്പളയും കൂടെ ജനലിൽ കൂടെ അയ്യോ ഈ വിട്ടി നമ്മുടെ തിണ്ണേ കിടന്നാന്നല്ലോ. ഒരു തലയണയും പായും അവിടെ മടക്കി വെച്ചിരിക്കുക. രാവിലെ പോയി ഇഷ്ടി കുഴയ്ക്കും, വൈകിട്ട് വന്നിച്ച് പാടുക പറവോന് ഞാനിനി. പറവോനും പെമ്പള എൻ്റെ ഭാഷയെ ചിരിക്കുക. ഈ വിട്ടി ഇവിടെ തന്നെ കിടന്ന് എടാ പറവോന് ഞാനിനി അടിമയല്ലെന്ന് പാടുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ചെങ്കടൽ കിടന്ന് അക്കരെ കയറുമ്പോഴാണ്. ചെങ്കടൽ തീരത്ത് വന്നതുകൊണ്ടും മിശ്രയും വിട്ടിട്ടില്ല. ചെങ്കടൽ കടന്ന് മറുകര കയറുമ്പോൾ അത് വേറൊരു രാജ്യമാണ്. അവിടെ ഫറവോൻ അധികാരമില്ല. അപ്പോൾ ചെങ്കടൽ പൂർണ്ണമായിട്ട് വിടുമ്പോഴാണ് മിശ്രയും വിടുന്നത്. എന്ന് പറഞ്ഞാൽ ചെങ്കടൽ സ്നാനത്തിന് മുൻകുറി. റോമാലേഖനവും പത്രോസിന്റെ ലേഖനവും കൊരിന്ത്യാലേഖനവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ഇത് സ്നാനത്തിന് മുൻകുറി എന്ന് പറഞ്ഞാൽ നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിമജ്ജന സ്നാനം കഴിഞ്ഞ് മറുകര കയറുമ്പോഴാണ് പൂർണ്ണമായിട്ട് മിശ്രയും വിടുന്നത്. അപ്പോൾ വാതുക്കൽ സംഹാരം നിൽക്കുക. സംഹാരകം തൊടാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം ഇതാ, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തലി ആചരിക്കണം. യേശുവിൻ്റെ കാൽവരി മരണം. നമ്മുടെ പസക കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പോൾ ഒന്ന്, വാതുക്കൽ പാപം, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ട്. രണ്ട്, സംഹാരകൻ വാതുക്കൽ പ്രമാണം കാത്ത് സ്നാനപ്പെട്ട് നീ മറുകര കയറിയാൽ നിനക്ക് വിടുതൽ. സ്തോത്രം. മൂന്ന്, വാതുക്കൽ യാക്കോബിന്റെ ലേഖനം 5:7, 8, 9 പഠിക്കുമ്പോൾ ന്യായാധിപതി വാതുക്കൽ നിൽക്കുന്നു. ഒരുത്തനോടൊരുത്തൻ ഞരങ്ങി അതൊന്ന് വായിച്ചങ്ങ് നിർത്തിയേക്കാം, അതേ ഒക്കെയുള്ള. 5:9 വായിര്, പെട്ടെന്ന് വായിച്ചോ. യാക്കോബ്. സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. പെന്തിക്കോസുകാരോടും കൂടെ പറഞ്ഞത്, ഞരങ്ങരുത് നീ ഒരുവന്റെ നേരെ. ഇച്ചിരി സമയം കൂടി എടുക്കും, വെള്ളം തന്നത് കൊണ്ട്. ഒരുവന്റെ നേരെ ഒരുവൻ, നീ കൂട്ടുവിശ്വാസിക്കെതിരെ ഞരങ്ങരുത്. ദൈവദാസന്മാർക്കെതിരെ നീ ഞരങ്ങരുത്. ദൈവദാസന്മാർ പരസ്പരം അന്യോന്യം ഞാൻ അങ്ങനെയുണ്ട്. സെന്റർ, സെക്ഷന്, പ്രസ്ബിറ്റർ, കുന്തം, കോടാലി, കമ്മിറ്റി, കൗൺസിലിന്റെ ഞരങ്ങരുതെന്ന്. കൂടെ ശുശ്രൂഷിക്കുന്ന സഹോദരന്മാർ ദൈവദാസന്മാർക്കെതിരെ വേറൊരുത്ത ഞരങ്ങരുത്. അവനെതിരെ ഫേസ്ബുക്കിലും വാട്സപ്പിനകത്തും കുന്തത്തിനകത്തും എല്ലാം ഇരുന്ന് അടിച്ച് നിന്റെ എല്ലാം ഇടപാട് ദൈവം, നിന്റെ പരിപ്പളക്കും ദൈവം. ഞാനാണ് എൻ്റെ. ഞരങ്ങരുത്. കാരണം പറയാൻ, ന്യായാധിപതി വാതുക്ക നിൽക്കുക. നിന്നെ ന്യായം വിധിക്കുമെന്ന്. വാക്കുകൾക്ക്, പ്രവൃത്തികൾക്ക്, സംസാരത്തിന്, ഇടപാട് സകലത്തിന് ന്യായവിധിയുണ്ട്. ഞരങ്ങിപ്പോകരുത്. സഹോദരിമാരോട് പറയും, അമ്മായിമ്മയ്ക്കെതിരെ ഞരങ്ങരുത്, മരുമകൾക്കെതിരെ ഞരങ്ങരുത്, സഹോദരങ്ങൾക്കെതിരെ ഞരങ്ങരുത്. സ്തോത്രം. അങ്ങോ അന്യോന്യം പഴിചാരരുത്, ചെളിവാരി അറിയരുത്. സ്തോത്രം. എന്നെ എല്ലാവരും ഒരു പരുവക്കേടിയിരിക്കുന്നേ. വാതുക്കൽ ന്യായാധിപതി നിന്നെ ന്യായം വിധിക്കും. വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. നിന്റെ സംസാരം ശ്രദ്ധിച്ചോണം. നിന്റെ കൂടെ ആരാധിക്കുന്ന കൂട്ടുവിശ്വാസിക്കെതിരെ, കൂട്ടു സഹോദരനെതിരെ, കൂട്ടുവേലക്കാരനെതിരെ ടോർപ്പിട വെച്ചിട്ടുണ്ടെങ്കിൽ, പാര പണിതിട്ടുണ്ടെങ്കിൽ, അടിയിൽ കൂടെ ബ്രഹ്മാണ്ടം പണിതിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ ന്യായം വിധിക്കും. ന്യായാധിപതി വാതുക്കൽ നിൽക്കുന്നു, അവൻ ഞരങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല, അതാണല്ലോ നിങ്ങളുടെ പ്രാർത്ഥനയും. കർത്താവേ സ്തോത്ര, നാവിനെ ബന്ധിക്കണേ. ചിലരങ്ങനെ പ്രാർത്ഥിക്കും. എല്ലാവരുടെയും കാര്യമല്ല. ചിലർക്ക് സന്തോഷമാ, എനിക്ക് പറ മാസ്റ്ററായി കേൾക്കട്ടെന്ന്. ചെല്ലു പറയും, ദൈവമേ ബന്ധിക്കണേ നീ സിംഹത്തിൻ്റെ വായെ. ദൈവത്തിന് മഹത്വം. ഒന്ന്, പാപം വാതുക്കെ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിന്നോടാ. നീ അതിനെ ജയിച്ച് കീഴ്പ്പെടുത്തണം. സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ദൈവകൃപ കൊണ്ടേ ഒക്കൂ. ആ പാപത്തിന് പരിഹാരം വരുത്താനാണ് യേശു ഇങ്ങോട്ട് വന്നത്. യേശുവിൻ്റെ രക്തത്താൽ സകല പാപവും പരിഹരിക്കും. രണ്ട്, സംഹാരകൻ വാതുക്കെ നിൽക്കുക. ഒരു ഊനമില്ലാത്ത കുഞ്ഞാടിനടുത്ത് ചോരത്തുള്ളി ആചരിച്ചേച്ച് അവിടെ നിൽക്കരുത്. ചെങ്കടൽ കടക്കണം, സ്നാനപ്പെടണം, നിനക്ക് വിടുതല. മൂന്ന്, ന്യായാധിപതി വാതുക്കെ നിൽക്കുന്നെന്ന്. ഒരുത്തനോടൊരുത്തൻ ഞരങ്ങിപ്പോകരുത്. ആവശ്യമില്ലാത്തത് പറയരുത്, ചെയ്യരുത്, പ്രവർത്തിക്കരുത്. ഉണ്ടല്ലോ ഒത്തിരി 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 ഉണ്ടല്ലോ. ഒരു സെക്ഷനിലാ കൂടുന്ന ടോർപ്പിടോയാ, ഒരു സെന്ററിൽ കൂടുക ടോർപ്പിടോയാ. സ്ഥാനം കിട്ടാൻ, കസേര കിട്ടാൻ, അധികാരം കിട്ടാൻ എന്തെല്ലാം സൂത്രവിദ്യകളാ. സൂത്രത്തിൽ സമ്പാദിക്കുന്നൊന്നും നിലനിൽക്കത്തില്ല. ദൈവം ഉയർത്തണം.
ദൈവം നിന്നെ ആദരിക്കണം. ഒരുത്തനോടൊരുത്തൻ ഞരങ്ങിപ്പോകരുത്. ന്യായാധിപതി വാദിക്ക് നിൽക്കുന്നു. ദൈവത്തിന് മഹത്വം. മാത്രമാണോ ആണ്ടെ രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്ന ഒരുത്തൻ വാദിക്കല് 5:9 തോന്നുന്നു. സ്തോത്രം. വായിക്കണം, നേരമില്ല. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5:9-11 വാക്യം പഠിക്കുമ്പോൾ ആമ രഥങ്ങളോടും സമ്മാനങ്ങളോടും കൂടെ നയമാൻ താൻ്റെ വീട്ടുവാതിക്ക് നിൽക്കുന്നു. ആരുടെ വീട്ടുവാതിക്ക്? എലീശായുടെ. അങ്ങനല്ലേ അമ്മാമ്മ? അതൊന്ന് വായിച്ചു. രോഗശാന്തിക്ക് നിൽക്കുന്നു. പെട്ടെന്ന് വായിരേ. എന്നാ വേണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നയമാൻ വാതിക്ക വന്ന് നിൽക്കുക. കുഷ്ഠരോഗിയാ, പരാക്രമശാലിയാ, എങ്കിലും കുഷ്ഠരോഗി. എന്തോ സംഭവിച്ചെന്നറിയാമോ? വാതിക്ക വന്ന് നിന്ന നയമാനോട് എലീശ വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കുഷ്ഠമല്ലേ, സൗഖ്യം കിട്ടാനല്ലേ വന്നേ, സമ്മാനമൊക്കെ ആയിട്ട് രഥങ്ങളും ഒക്കെ ആയിട്ട് ഒറ്റ കാര്യം അവിടെ യോർദാനിൽ പോയി മുങ്ങ 7 പ്രാവശ്യം. പുള്ളിയോടനെ കുർത്തിച്ചു. കുർത്തിക്കുക മാത്രമല്ല, ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞു. ഈ കലക്കവെള്ളത്തിൽ പങ്കുന്ന മുങ്ങേണ്ട കാര്യം എനിക്ക് ഇല്ല. ഞങ്ങളുടെ അവിടെ അവാനയും പറപ്പരുമുണ്ട്. അപ്പം കൂടെ വന്നൊരുത്തന് വെളിവുള്ളവനാ. അവൻ പറഞ്ഞു, തിരുമേനി 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 തന്നെത്താൻ അങ്ങ് തിരുമേനി എന്ന് പറയുന്നുണ്ടല്ലോ. തിരുമേനി കട്ടിപ്പണിയൊന്നും അല്ലല്ലോ പറഞ്ഞേ, കിണ്ടിലിയാക്ക് കഴുത്തലിട്ട് മുങ്ങാനല്ലല്ലോ പറഞ്ഞേ, ഇറങ്ങി അങ്ങ് മുങ്ങാനല്ലേ പറഞ്ഞേ. തിരുമേനി എപ്പോഴും മുങ്ങുന്ന ആളുമാണല്ലോ. മുങ്ങ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും പുള്ളി മുങ്ങി. പറഞ്ഞതുപോലെ 7-ാമത്തെ പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെ. എന്തിനാ വാതിക്ക് നിന്നത്? രോഗശാന്തി കിട്ടാൻ. 5:14 അവൻ ദൈവപുരുഷന്റെ കൽപ്പന പ്രകാരം, അങ്ങനല്ലേ 14:5-14. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങി. അവന്റെ ദേഹം ഒരു ചെറിയ ബാലകന്റെ ദേഹം പോലെ. ഇന്ന് രാത്രി നീ അവൻ സ്വത്ത് രോഗശാന്തി തരുവാൻ കഴിവുള്ളവനാ ദൈവം. യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന്. ഏത് മാറാരോഗവും, തീരാ ക്യാൻസറോ, ബ്രെയിൻ ട്യൂമറോ, കിഡ്നി പ്രോബ്ലമോ, എന്തുമാകട്ടെ, ഡോക്ടർമാർ പറഞ്ഞു കാണും അധിക നാൾ കാണത്തില്ല, രക്ഷപ്പെടത്തില്ല, ആമൻ സ്തോത്രം, ഇത് ആമൻ മുന്നോട്ട് അധികം പോകത്തില്ല. പക്ഷെ ഇന്ന് രാത്രി യേശു നിന്നോട് പറയുക, ഞാൻ നിന്നെ സൗഖ്യമാക്കും. അവിടുന്ന് സൗഖ്യത്തിന്റെ ഉറവിടമാ. 1 വാതിക്കൽ പാപം കിടക്കുന്നു, ജയിക്കണം. 2 സംഹാരകൻ നിൽക്കുന്നു, അതിനെ കീഴ്പ്പെടുത്തി മിശ്രയും പെടണം. 3 അവൻ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു, ഞരങ്ങരുതൊരുത്തന്റെ നേരെ ഒരുവൻ. 4 വാതിക്കൽ രോഗശാന്തിക്ക് വേണ്ടി താണ്ടെ സേനാപതി നിൽക്കുന്നു, അവന് പൂർണ്ണ സൗഖ്യം കൊടുത്തു. 5 വാതിക്കൽ എന്തുവാ? അത് വായിച്ച് ഇന്ന് രാത്രിയിലെ പ്രസംഗം നിർത്തുക. അത് വായിച്ചങ്ങ് നിർത്തുക. നിങ്ങൾ ചിന്തിക്കുക, പുള്ളി പയ്യെ തുടങ്ങിയതുള്ള കല്ലേലും ബോധവും വെളിവും ഒന്നും ഉള്ളവനല്ല. പുള്ളി പയ്യെ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴാണ് ഇനി എഴുന്നേറ്റ് പോയാൽ അയാൾ വല്ലതും വിളിച്ചു പോവുക, ഒരു വിവരം ഉള്ളവനല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചിലപ്പോൾ ഭാര്യയും അച്ഛാ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകരുത്, യാതൊരു വെളിവുള്ളവനല്ല ഇന്ന് വരുന്നത്. അപ്പോൾ അച്ഛാൻ എങ്ങാനും എഴുന്നേറ്റ് അയാൾ മൈക്കിൽ കൂടെ വല്ലോ വിളിച്ചു പറയാം, ഞങ്ങൾക്ക് നാണക്കേടാ, അതുകൊണ്ട് ബോധവും പൊക്കണോ ഉള്ളവനല്ല വന്നേക്കുന്നത്, നിങ്ങൾ അതുകൊണ്ട് സഹകരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അല്ല, എനിക്ക് ഇച്ചിരി വിവരക്കേടുള്ളത് നല്ലതാണെന്ന് ഞാനിപ്പോൾ കരുതുക. എല്ലാവരും അങ്ങ് വിവരമുള്ളവരായാലേ. അല്ല, വിവരക്കേടുള്ളത് കൊണ്ടാണ് എന്നെ വിളിച്ചത്. പണ്ട് മർമാണി കല്യാണം കഴിച്ചു. തൊടുമർമ്മം മുഴുവൻ ഇറക്കിയ വലിയ തൊടുന്നിടത്തെല്ലാം മർമ്മമാണ്. പുള്ളി കല്യാണം കഴിച്ചു. പെമ്പളയാ പുള്ളിയെ തല്ലുന്നത്, കപ്പ ഇളക്കുന്ന ഉരുടി. അപ്പം പുള്ളി അടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ മർമ്മമാണ്. ഇവിടെ ഓരോരുത്തരായിട്ടൊരു അടി കൊടുക്കും. അപ്പം പുള്ളി നോക്കുമ്പോൾ അവിടെ മർമ്മം. പുള്ളി കൈ താത്ത് തള്ള തുടുപ്പിനിടിച്ചു. ചുരുക്കി പറഞ്ഞ മർമാണി ആയതുകൊണ്ട് ഇടി മേടിച്ച് ഊപ്പാട് വരിക. അപ്പം അതുകൊണ്ട് എല്ലാവരും അങ്ങ് മർമാണിയായ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോവുക, നിർത്തുക. ഒരു വാക്യം കൂടെ വായിച്ച് നിർത്തുക. 1 വാതിക്കൽ പാപം കീഴ്പ്പെടുത്തി ജയിക്കണം. 2 വാതിക്കൽ സംഹാരകൻ മിശ്രയും വിട്ട് മറുകര കയറണം, സ്നാനം. 3 വാതിക്കൽ ന്യായാധിപതി ഒരുത്തനോടൊരുത്തൻ ഞരങ്ങിപ്പോകരുത്. 4 അവൻ വാതിക്കൽ രോഗശാന്തിക്ക് നിൽക്കുന്നു, ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്ക് സൗഖ്യം. 5 ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നമ്മുടെ കൺവെൻഷൻ തീരുകയല്ലേ, അപ്പോൾ അതുകൂടെ പറഞ്ഞ് നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. 5:2 ഒരു ഓർഡറിൽ അങ്ങ് നിൽക്കട്ടെ. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. മതി. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, വാതിക്കൽ നിന്ന് മുട്ടുന്ന പ്രിയന്റെ സ്വരം. സ്തോത്രം. ഇനി ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ
ഇണയില്ല കൂറും പ്രാവു പോലെ രാപകൽ ഞരങ്ങുന്നു സൂരലോകെ ചേരുവാൻ നാഥ, ഞരങ്ങുന്നു സൂരലോകെ ചേരുവാൻ. എൻ്റെ മണവാളനെ എന്നിൽ വരവിനു താമസം ഏറെയാകുമോ? വരവിൻ അറിയാവുന്നൊരു ചേർന്ന് പാട്. അറിയാവുന്നവരങ്ങ് പാട്. ഏറെയാകുമോ വരവിനു? മകത്വത്തിൻ പ്രഭുവേ നിൻ വെളിച്ചത്തിൻ പ്രഭയിൽ ഞാൻ ജ്വലിച്ചെങ്ങും ഇരുളെല്ലാം നീക്കിമേവുവാൻ വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്നെ, വെളിച്ചത്തിൻ സൂതനായി കാക്കണേ. എൻ്റെ മണവാളനെ എന്നിൽ വരവിനു താമസം ഏറെയാകുമോ? വരവിനു കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, ആ വാതിക്കൽ നിന്ന് മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു വീണ്ടും വരാറായി. എബ്രായർ 9:28 എബ്രായർ 10:37 നിങ്ങൾക്ക് മനപ്പാടമാ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അവൻ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമന് പ്രത്യക്ഷപ്പെടും. പത്രോസ് പറയുകയായി, ഇനി ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുക. യൂദാവ് 4:15 വായിക്കുന്നത്, ആ മനസ്സിതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപക്വതയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ പേരെ പറഞ്ഞ ദുഷ്ടൂരങ്ങൾ നിമിത്തവും ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ അവൻ വന്നിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, വാതിക്കൽ നിന്ന് മുട്ടുന്ന പ്രിയന്റെ സ്വരം. കർത്താവ് വരാറാ. യേശു ഡയറക്റ്റ് പറഞ്ഞല്ലോ, ഞാൻ തലമൊരുക്കാൻ പോകുക, പോയിച്ച് തിരിച്ചു വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കും. ദൂതന്മാര് യേശു മുകളിലോട്ട് പോയി മേഘം വന്ന് മൂടി മറച്ചപ്പോൾ 2 വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാര് പറയുക, ഗലീല പുരുഷന്മാര്, നിങ്ങൾ ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നു എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിന് സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരുമെന്ന് ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. പൗലോസ് തെസ്സലോനിക്കർ 4:13 മുതൽ താഴോട്ട് പിടിക്കുമ്പോൾ വിശേഷിച്ചതിന്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് തൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് സ്വർഗത്തിൽ ഇറങ്ങി വരാൻ പോകുക. അതാ നമ്മുടെ പ്രതീക്ഷ, അതാ നമ്മുടെ പ്രത്യാശ. യേശു വരാറായി. ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും തള്ളപ്പെട്ടു പോകരുത്. കർത്താവിന്റെ വരവിൽ എല്ലാവരും ഒരുക്കപ്പെട്ട് എടുക്കപ്പെടണം. അതിനെന്തോ ചെയ്യണം? 1, മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. 3, അഭിഷേകം പ്രാപിക്കണം. ആ പദവൊക്കെ പറയുമ്പം വാദിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ തർക്കിക്കാനൊന്നുമില്ല, എൻ്റെ അടുക്ക തർക്കത്തിന് വരികയും ചെയ്യരുത്. ഒരു കാര്യം പറയാം, ഞാനിത് അനുഭവിക്കുന്ന ആളാണ്. ഞാൻ തർക്കത്തിനില്ല, ഉടക്കിനില്ല, എന്നെ കിട്ടത്തുമില്ല. നമുക്ക് തമ്മിലൊന്ന് കണ്ണനം എനിക്ക് അറിയത്തില്ലല്ലോ. കണ്ണനും എന്നാണ് പോലും എനിക്കറിയത്തില്ല. എന്നെ തർക്കത്തിന് വിളിക്കുകയും തർക്കിക്കാൻ എനിക്കുമില്ല, ദൈവസഭയ്ക്കുമില്ലെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇതാരുടെയും കുത്തകയല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പ്രാർത്ഥിക്ക്, ദൈവം നിന്നെ നിറയ്ക്കും. നീ അഭിഷേകം പ്രാപിക്കണം. വരവിലെടുക്കപ്പെടണമെങ്കിൽ ദൈവത്തിന് മഹത്വം. വേർപാട് പാലിക്കണം, തിരുമേശ എടുക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കണം, അപ്പോസ്തലിക ഉപദേശത്തിൽ നിലനിൽക്കണം. യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് അതിന് കടന്നു പോകുന്നവനൊന്നും ദൈവമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. ഈ ഉപദേശം ഇത് കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശമാണ്. ഈ ഉപദേശത്തിൽ നിൽക്കണം. ഇങ്ങനെ വേർപാട് പാലിച്ച് ഓരോ ദിവസവും വിശുദ്ധ ജീവിതം നയിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാ പറഞ്ഞ വാതിക്കൽ നിന്ന് മുട്ടുന്നതിന്റെ പ്രിയന്റെ സ്വരം.
ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവനും വരും. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും അല്പസമയം ആ പഴയ പാട്ടിൻ്റെ 2 ചരണം നമുക്കൊന്ന് ചേർന്ന് പാടാം. അങ്ങോട്ട് വന്നാട്ടെ. ആ പഴയ പാട്ടിൻ്റെ 2 ചരണം നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, കാരണം ഇറങ്ങിപ്പോവും. ഇനി അത്യാവശ്യം പോകേണ്ടവർക്ക് അതൊക്കെ പോകുകയും ചെയ്യാം. അപ്പോൾ എനിക്കൊന്ന് കാണുകയും ചെയ്യാം, പരിചയമുള്ളവർ വല്ലതും ആണെങ്കിൽ. അല്ലാത്തവർ ഇരുന്നുണ്ട്. ഏതായാലും ഇത്ര നേരം ഇരുന്ന് സഹകരിച്ചല്ലോ, 2 മിനിറ്റ് കൂടെ ഇരുന്ന് കൈയടിച്ച് ചേർന്ന് ഒന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടാം. അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ 2 ദിവസവും ദൈവം നമ്മെ സഹായിച്ചതിനായി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങൾ ആമൻ സ്തോത്രം ആമൻ ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങോട്ട് എന്നെ ഇത് ആനയമ്പാരും വേണോ? ഇങ്ങോട്ട് വാ. പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങൾ എല്ലാവരും കൈയടിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. മണ്ണിൽ മൗനമുറങ്ങൂ തൻ്റെ വിശുദ്ധർ എല്ലാ നിമിഷവും, മണ്ണിൽ മൗനമുറങ്ങൂ തൻ്റെ വിശുദ്ധർ എല്ലാ നിമിഷവും. കാകല ധ്വനിയിങ്കൽ കാകല ധ്വനിയിങ്കൽ കാകല ധ്വനിയിങ്കൽ കാകല ധ്വനിയിങ്കൽ ചടിചേടെ ഉയർത്തി തിരുമുഖം കാൺമാൻ ചടിചേടെ ഉയർത്തിയിടും. ഓ വരനേ നിന്നെ കാൺമാൻ എനിക്കതി. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുക, നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്നവർ. വരനേ നിന്നെ കാൺമാൻ എനി കൈയടിച്ച് ഓതിയുണ്ട്. വരനേ നിൻമുഖ പരനേ നിൻമുഖ പരനേ നിൻമുഖ പരനേ നിൻമുഖ കണ്ടു കൊതിര ഉണ്ടെനിക്കാശ കണ്ടു. കൈയടിച്ച് ചേർന്ന് പാട്. ഓ ശുദ്ധർ ശുദ്ധരല്ല ഗീതം പാടൂ തൻ്റെ വരവിൽ. ശുദ്ധർ ശുദ്ധരല്ല ഗീതം പാടൂ. ആർത്തും ഘോഷിച്ചോ ആർത്തും ഘോഷിച്ചോ ആർത്തും ഘോഷിച്ചോ ആർത്തും ഘോഷിച്ചോ. ആനന്ദ വല്ലഭനെ എതിരേൽപ്പാൻ ആനന്ദ വല്ലഭൻ പാൻ. പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ ശബടമനപടമന ധിരിപികമനപടമനം പരനേ നിൻമുഖ പരനേ കണ്ടു കൊതിരീരൻ. ഓ കണ്ടു കൊതിരീരൻ ഉണ്ടെനിക്കാശ കണ്ടു കൊതിരീരൻ. പ്രത്യാശോടെ കണ്ടു കൊതിരീരൻ. ഓ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതി. പരനേ നിന്നെ കാണാൻ ഗോറി കൂടാരവ ശബടമനപടമന ദിരിപികമലപടമന ദിരിപികമലപടമന അന്തരാജ വൈഡമനപടമന പ്രത്യാശയോട് യേശുവരാറായി യേശുവരാറായി. വാതിക്കൽ നിന്ന് മുട്ടുന്ന പ്രിയന്റെ സ്വരം പ്രിയന്റെ സ്വരം യേശു വരാറായി. കൂടാരവ ശൈതൽകമനപടമന ദിരിപികമലപടമന ഓ റിബികമനപടമലപലപല. കരമയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഈ ശുശ്രൂഷയിൽ ഇതുവരെ സഹകരിച്ച എല്ലാ പിതാക്കന്മാർക്കും മാതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഓൺലൈനിലുള്ളവർക്കും ആദരണീയരായ കർത്തദാസന്മാർക്കും നന്ദി. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ഒരു നിമിഷം കൂടെ പെട്ടെന്ന് നിർത്തുക. ഒരു ആക്ക ഉള്ളവർ വയ്യാത്ത അപ്പച്ചൻ എഴുന്നേക്കണ്ട, അച്ഛൻ എവിടെ ഇരുന്നോ വയ്യെങ്കിൽ എവിടെ ഇരുന്നോ ഒരു നിമിഷം വന്ന് എഴുന്നേക്കുക. ആ കരങ്ങൾ 2 ഒന്ന് ഉയർത്തി വീശി എല്ലാവരും ചേർന്ന് ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ ചേർന്ന് പാട്. കരമുയർത്തി വീശി 2 കരങ്ങളും വീശി ഒക്കുന്നെങ്കിൽ ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ. ഓ ഇന്നും എന്നേക്കും പ്രത്യാശയോടെ ക്രിസ്തുവിൻ കൂടെ. ജനമേ യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.
യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദത്താലും ആകാശത്തിലെ വിശുദ്ധവസ്തുവായ മഞ്ഞിനാലും ആരും അടയ്ക്കാതെ വണ്ണം അവ തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അവ അടയ്ക്കുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ.